നമ്മുടെ മാനുവലൈസേഷന് നമ്മളത് വായിക്കുകയല്ലേ, അത് ഞാൻ പണ്ടൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരുന്ന, ഇപ്പോഴും ഷെയർ ചെയ്തുകൊണ്ടിരുന്ന ഓർമ്മമാണ്. മനസ്സിൻ്റെ പരിശുദ്ധി, ഹൃദയത്തിൻ്റെ പരിശുദ്ധി, ശരീരത്തിൻ്റെ പരിശുദ്ധി. അത് ഈശോ മറിയോളത്തേക്കകത്ത് ഇങ്ങനെ ഒരു കുളത്തിൻ്റെ തീരത്തിരുന്ന് ഈശോ ഇങ്ങനെ കുളത്തെ ഇളക്കി, ഈശോയുടെ കാലിട്ട് കുളം ഒന്ന് കലക്കിയിട്ട് മഗ്ദലനാമറിയം എടുത്തുണ്ട്. അപ്പോൾ മഗ്ദലനായോട് എന്നിട്ട് കുളം കുറച്ച് കഴിഞ്ഞപ്പം നല്ലപോലെ, അത് ഓർക്കുന്നില്ലേ ഉണി, കുളം നല്ലപോലെ തെളിഞ്ഞേ. അന്നേരം മഗ്ദലനായുടെ ഈ 3 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് ഈശോ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നില്ല, പക്ഷെ അത് ഞാൻ പിന്നെ ധ്യാനിച്ചൊന്നു അങ്ങനെ ചിന്തിച്ചതാണ്. അപ്പോൾ അതിനകത്ത് ഈശോ പറയുന്ന 3 പരിശുദ്ധികൾ, ഒന്ന് ഹൃദയത്തിൻ്റെ പരിശുദ്ധി, ഒന്ന് മനസ്സിൻ്റെ പരിശുദ്ധി, ഒന്ന് ശരീരത്തിൻ്റെ പരിശുദ്ധി. ആ 3 പരിശുദ്ധികൾ അത് മഗ്ദലന ആർജിച്ചതാണ്. മഗ്ദലനയെക്കുറിച്ച് അതിനകത്ത് എഴുതിയിരിക്കുന്നത്, മഗ്ദലന ഇങ്ങനത്തെ ശുദ്ധ അവസ്ഥകളിലായിരുന്നല്ലോ. പക്ഷെ മഗ്ദലന ഈശോയിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു വന്നതിന് ശേഷം മഗ്ദലനയെ കണ്ണുകളൊക്കെ കണ്ട ഭയങ്കര ഒരു ബോയിയുടെ കണ്ണുകളെന്ന പോലെ എഴുതിയിരിക്കുന്നത് അതിനകത്ത്. അതുപോലെ കണ്ണും മുഖവും എല്ലാം ഇങ്ങനെ ഭയങ്കര ഇതായി, മറ്റേ രൂപാന്തരപ്പെട്ടേ അതിനകത്ത് പറയുന്ന. അപ്പം അതിനകത്ത് ഇങ്ങനെ ഇപ്പം നമ്മൾ നോക്കിയാൽ നമ്മളിൽ നടക്കുന്ന 3 പ്രധാനപ്പെട്ട പ്രോസസ്സുകളും ഇതാണ്. ഈ ശരീരത്തിൻ്റെ ശരീരത്തിൻ്റെ പരിശുദ്ധി എന്ന് പറയുന്നത് ശുദ്ധത എന്ന അവസ്ഥ ഉണ്ടായിരിക്കുക, അങ്ങനെ വിരക്തി എന്ന അവസ്ഥ ഉണ്ടായിരിക്കുക. അപ്പം ആ അവസ്ഥക്കെതിരായിട്ടുള്ള യുദ്ധങ്ങളായിരിക്കും ചില സമയത്ത് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ നോക്കിയാൽ അറിയാം. ഈ 3 എണ്ണത്തിനെതിരായിട്ടുള്ള യുദ്ധങ്ങളായിരിക്കും ഇപ്പോഴും നടക്കുന്നത്. ശുദ്ധതയ്ക്കെതിരെ മനസ്സിൻ്റെ പരിശുദ്ധി എന്ന് പറയുന്ന എളിമയ്ക്കെതിരെ, ഹൃദയത്തിൻ്റെ പരിശുദ്ധി എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, സ്നേഹത്തിനെതിരെ വെറുപ്പ്, എളിമയ്ക്കെതിരെ അഹങ്കാരം, അത് പിശാചിൻ്റെ ഭാവം കൂടെയാണല്ലോ. അഹങ്കാരത്തിൻ്റെ എല്ലാ ഭാവഭേദങ്ങളും വരും. അന്നേരം ശരീരത്തിൻ്റെ കാമം, അങ്ങനെ. അപ്പം ആ 3 അവസ്ഥകൾ അത് ഞാൻ പിന്നെ അത് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയപ്പോൾ ഞാനത് പിന്നെ അതിനെ ഇങ്ങനെ ഒന്ന് അനലൈസ് ചെയ്തതാണേ. അപ്പം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് അത് പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും പോകും. അങ്ങനെ ഇപ്പം നമ്മൾ നല്ലപോലെ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ധ്യാനിക്കാനിരിക്കുമ്പോൾ അല്ല പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കൊന്തയൊക്കെ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ എണ്ണി ചെല്ലുന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സ് വേറെയാണല്ലോ, കിട്ടുന്നില്ലല്ലോ. അപ്പം നമ്മളിങ്ങനെ ഏതെങ്കിലും ഒരു അവസ്ഥയിലായിരിക്കും. അപ്പം നമ്മൾ അങ്ങനെ ഉള്ളപ്പം പാസ്റ്റിലേക്ക് പോയി പാപത്തിലും ആകാം, പാസ്റ്റിലേക്ക് പോയി പുണ്യത്തിലേക്കും പ്രവേശിക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ മനഃപൂർവ്വം പോകണ്ട, പോകുന്നതിനെ എടുത്താൽ മതി. അതായത് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു, നമ്മൾ ഓരോരുത്തർക്കും കാണും ഓരോ അനുഭവങ്ങൾ. ഒരു ആദ്യം ശരീരത്തിൻ്റെ പറയാം, മോശപ്പെട്ട അനുഭവങ്ങൾ കാണും, അനുഭവം ഉണ്ടായി കാണും. ഇപ്പോൾ അറ്റപ്പറ്റ വന്നിട്ട് അങ്ങോട്ട് രക്ഷപ്പെട്ടു പോയത് കാണും നമ്മൾ. അങ്ങനെ അപ്പം അങ്ങനെ ഉള്ളപ്പം നമ്മളിരുന്നിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അല്ല ധ്യാനിക്കുമ്പോൾ നമ്മളിങ്ങനെ ഓർക്കും, നമ്മൾ ധ്യാനിക്കുക എന്നൊക്കെയാണ് നമ്മൾ വിചാരം. പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മളിങ്ങനെ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്, അത് നല്ലതുപോലെ വന്നതായിരുന്നു, അതങ്ങ് നഷ്ടപ്പെട്ടും പോയി. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ ആ പാപം നമ്മൾ അന്ന് ചെയ്തില്ലെങ്കിലും പിന്നെ അത് ആഗ്രഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. എത്ര പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്യുന്നതെന്നറിയോ? ഒന്നല്ല, നമ്മുടെ ജീവിതം എടുത്ത് നോക്കി അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഓരോന്നും. അത് പാസ്റ്റിലേക്ക് പോയാൽ അപ്പം അതിനെ പുണ്യമാക്കാൻ അന്നേരം ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു തലത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും, അത് നമ്മളിത് അങ്ങ് തെന്നിപ്പോയല്ലോ, അതിനേക്കുമായിട്ട് അങ്ങ് നഷ്ടപ്പെട്ടു പോയല്ലോ, അത് വേണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ നല്ലപോലെ നോക്കിയാൽ അറിയാം ഓരോരുത്തരുടെ അനുഭവം. രണ്ടാമത് നമുക്ക് ചെയ്യാവുന്ന, എൻ്റെ ദൈവമേ ഞാൻ അത്രയും വീഴ്ചയുടെ വക്കിലായിരുന്നിട്ടും ദൈവമേ അങ്ങ് രക്ഷിച്ചല്ലോ, നന്ദി എന്ന് പറയുമ്പോൾ അത് പുണ്യമാവും ഓരോ പ്രാവശ്യവും. അങ്ങനെ അത് ഇത് നമുക്ക് അനവധി പ്രാവശ്യം ഇതിനെ പുണ്യമാക്കാം. അങ്ങനെ ആഗ്രഹിച്ചാൽ ഓരോ പ്രാവശ്യം പുണ്യമാവുക. അല്ലെങ്കിൽ അത് ദൈവം കാണുന്നിടത്ത് നമ്മൾ ഒരു നല്ല റൈറ്റ് നിലപാടിലേക്ക് വരുമല്ലേ. ഇതെല്ലാവരുടെയും ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ കാണും അത് ഓരോന്ന് പരിഗണിച്ചാൽ മതി. നമ്മളിൽ ഇത് വരുന്നുണ്ട് എപ്പോഴും. എപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ശരീരത്തിന്റെ ആ മേഖലകളിലാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഓർമ്മ നമ്മളെ വരുന്നുണ്ട്, നല്ലൊരു നോക്കി ഉണ്ട് എപ്പോഴും. എപ്പോഴെന്ന് പറഞ്ഞാൽ അത് വരുന്ന സമയങ്ങളിൽ അത് പ്രാർത്ഥനയുടെ സമയമാകാം. നമ്മുടെ സമയത്തെ അങ്ങനെ ഒത്തിരി കാർന്ന് സമയം കളയുന്നുണ്ടേ. ഇനി അത് ഫ്യൂച്ചറിലേക്ക് പോകും. ഫ്യൂച്ചറിലേക്ക് പോയി നമുക്ക് ഈ വിശുദ്ധിയുടെ മേഖലയെ സുഖപ്പെടുത്താതെ ഇടാം. ഇപ്പം അത് നമ്മൾ ഫ്യൂച്ചറിലൊരു സാധ്യത നമ്മൾ ഉണ്ടെന്ന് കൂട്ടിക്കൂ. ഇപ്പം സെമിനാറില്ല ഉദാഹരണം പറഞ്ഞു, അപ്പോൾ അവധിക്ക് വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കാണാനായിട്ട്
നമ്മൾ സെമിനാരിൽ ഇരിക്കുമ്പോൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിലേക്ക് പോകുമല്ലേ? കിട്ടുന്നുണ്ടോ? അപ്പം മോശപ്പെട്ട ഇതൊന്നും ചെയ്യേണ്ട ഒരു നമുക്ക് അനുവാദം ഇല്ലല്ലോ. പിന്നെ നമ്മൾ ആത്മീയ മനുഷ്യനായ അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടേണ്ട ഒരു മനുഷ്യന് അവധിക്ക് വരുമ്പം അല്ലെ കുറച്ചു കാലം കഴിയുമ്പം കാണാം, അങ്ങനെയുള്ള സാധ്യതകൾ ഇടുക. അങ്ങനെ ഇടുമ്പോൾ ഇതല്ലേ അല്ല, ഒരു കുറച്ചു നാൾ കഴിയുമ്പോൾ നമുക്ക് അവധിക്ക് വരുമ്പം ഇങ്ങനെ ഇപ്പോഴാണ് മൊബൈലൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ സാധ്യതകൾ ഇടുക. അങ്ങനെ നമ്മൾ സാധ്യതകൾ ഇടുമ്പോൾ നമ്മൾ ഫ്യൂച്ചറിലേക്ക് പോവുക. ഫ്യൂച്ചറിൽ നമ്മൾ ദൈവം കാണുന്നിടത്ത് നമ്മൾ ഇതാ അപൂർണനല്ലേ, ജഡികന. ദൈവം കാണുന്നിടത്ത് നമ്മൾ ഈ പാപം ചെയ്യുന്നില്ലെങ്കിലും ദൈവം കാണുന്നിടത്ത് ഇത് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. അപ്പൊ അതൊരു ഭയങ്കര മേഖലയാണ്. അപ്പൊ അതിൻ്റെ അങ്ങനത്തെ സാധ്യതകൾ മുഴുവൻ അടച്ച് ദൈവത്തോട് ഇപ്പം നമുക്ക് ഒരു കാലത്ത് നമ്മൾ അറിഞ്ഞോ അജ്ഞതയിലൊക്കെ ആയിരിക്കും, അല്ലെ നമ്മുടെ ജഡത്തിൻ്റെ പ്രവണതകൾ കാരണം നമ്മൾ അതിലേക്ക് ചാഞ്ഞാണെങ്കിൽ നമ്മൾ ഇനി ആഗ്രഹിക്കേണ്ടത് ഇങ്ങനൊരു സാധ്യത നമ്മളിലേക്ക് വരികയേ ചെയ്യരുത്. ഒരു പാസീവായിട്ട് പോലും ഇപ്പം നമ്മൾ ഇതേ നമ്മൾ അങ്ങനെയൊക്കെ ഇടും. ഇപ്പം നമ്മൾ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം നമുക്ക് മോശപ്പെട്ട കാഴ്ചകളൊക്കെ നമ്മൾ കണ്ണിലങ്ങ് പെട്ടോട്ടെ എന്നാണ് ഇടുന്നെങ്കിലേ അത് നമ്മൾ ഇട്ടിരിക്കുക. ദൈവം കാണുന്നിടത്ത് നമ്മൾ അങ്ങനെ ഒരു അയവ് ഇട്ടിരിക്കുക. അതിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ ഒരു പ്രിക്കോഷൻ ഇല്ലാത്തപ്പോഴേ അത് ഭയങ്കര ചിലപ്പോൾ നമ്മൾ നല്ലപോലെ കണ്ണടച്ചുകൊണ്ട് പോയി ജസ്റ്റ് കണ്ണ് തുറക്കുന്നത് ചിലപ്പോൾ എന്നേലും ഇതിലേക്കായിരിക്കും. എനിക്ക് പല പ്രാവശ്യം അങ്ങനെ ഇതുണ്ട്. ചിലപ്പോൾ നമ്മളങ്ങ് കണ്ണ് തുറക്കുമ്പോഴേ എങ്ങനെ ഒരു കണ്ണങ്ങ് തുറക്കുമ്പോഴേ കണ്ണിപ്പെടുന്നത് ദുഷ്ടാരൂപി ഇതിങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയായിരിക്കും എന്നേലും നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നതേ. അത് നമ്മൾ അയവിട്ടാല് അങ്ങനെ ഒരു അയവ് നമ്മളിൽ കിടക്കുവാണെങ്കിൽ ദൈവം കാണുന്നിടത്ത് ആ അയവില്ല നമ്മൾ കാണുന്നിടത്തും അതെ. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറയുന്നതുകൊണ്ട് നമ്മുടെ ഈ ദൈവത്തിന്റെ നേർക്കുള്ള നല്ല അരൂപി അല്ലെങ്കിൽ ലൂസായിട്ട് കിടക്കുന്ന ആ മേഖല ലൂസായിട്ട് തന്നെ കിടക്കും. ഒരു ഉറപ്പില്ലാതെ, ഒരു തീരുമാനം ഉറപ്പില്ലാതെ നമ്മൾ അവിടെ ഇങ്ങനത്തെ ഈ മേഖലകളിൽ അത് ഒരു കുഞ്ഞ് എക്സാമ്പിളേ ഞാൻ ഈ പറയുന്നുള്ളൂ. ഇത് നമ്മൾ നല്ലൊരു നോക്കി ഇത് വലിയ നയാഗര വെള്ളംചാട്ടം പോലെ ഇതുണ്ട് നമ്മളില്ലേ. അതാ നമുക്ക് ഈ ഗ്രോത്ത് ഉണ്ടാകാതെ കിടക്കുന്നത്. ഇങ്ങനെ പാസ്റ്റിലേക്ക് പോകുന്നുണ്ട് നമ്മൾ ദൈവം നോക്കുന്നിടത്ത് നമ്മളെ ധ്യാനിച്ചു നോക്കി. പാസ്റ്റിലേക്ക് പോയി നമുക്ക് നഷ്ടപ്പെട്ട അവസരങ്ങളെക്കുറിച്ച് ഇങ്ങനെ അതിനെ പരിതപിച്ചിരിക്കുക. ഫ്യൂച്ചറിലേക്ക് പോയി നമുക്ക് അതിനുവേണ്ടി ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആഗ്രഹിച്ചിരിക്കുക. അല്ലെ ഒരു പാസീവായിട്ടേലും അങ്ങ് ഇട്ടിരിക്കുക നമ്മളെ. അതിനുവേണ്ടി ഒരു പ്രിക്കോഷൻ ഇല്ലാതെ നമ്മുടെ കണ്ണുകളിൽ നമ്മൾ കൊതിക്കണം. നമ്മുടെ കണ്ണുകളിൽ ദൈവമേ ഇനി പെടരുത്, ഒരു പുറണവേ അതിനെ മലിനമാക്കുന്ന അല്ല നമ്മുടെ അരൂപിയെ മലിനമാക്കുന്ന ഒന്നും പെടരുത് എന്ന് ഒരു പ്രാർത്ഥന, ഒരു ആഗ്രഹിച്ചുള്ള ഒരു പ്രാർത്ഥന ദൈവം കാണുന്നിടത്ത് ആഗ്രഹിച്ചേ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ കുഞ്ഞധ്വാനത്തെ ദൈവം മാനിക്കും. അപ്പം കാവലെ നിർത്തും, മാലാഖമാരെ നിർത്തും. അങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മൾ പോകുന്ന വഴികളിലുണ്ട് പെട്ടെന്നേ ദൈവം മാറ്റിക്കളയും. അല്ലെ പിശാച് തിരിച്ചുകൊണ്ടും വരും. ഓരോ അങ്ങനെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അവൻ ഒരുക്കി വെക്കും. അതൊരു വിശുദ്ധ മേഖലയിലെ ഒരെണ്ണമാണ് അത്. ഇപ്പൊ ഒരു കുഞ്ഞേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇതെല്ലാം പറയേണ്ട കാര്യമില്ല. ഇത് പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും പോയി പ്രസന്റ് നമ്മളായി ഇരിക്കുന്ന അവസ്ഥ അങ്ങനെയാണ്. പ്രസന്റ് നമുക്കിത് ഒരു വിലവില്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ. അപ്പോൾ നമ്മൾ പാസ്റ്റിലേക്ക് ഇത് പ്രാർത്ഥിച്ച് അതിനെ പുണ്യമാക്കണം. ഫ്യൂച്ചറിലേക്കുള്ളതിനെ നമ്മൾ ആഗ്രഹിക്കാതെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിൽക്കണം. ഒരു കൊതി, ആ വിശുദ്ധി ഒരു കൊതിയായിട്ട് മാറി നമ്മൾ നിന്നാലേ, അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ അയഞ്ഞ മനുഷ്യരല്ലേ. ഇപ്പം നമ്മൾ കുറേയൊക്കെ ആഗ്രഹിക്കുന്നത് കാണും, എന്നാലും പാസീവായിട്ട് വന്നോട്ടെ. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ഇതില്ലാതെ ദൈവം കാണുന്നിടത്ത് ഇതില്ലാത്തൊരു പോക്കുണ്ട്. അതൊന്ന്. അഹങ്കാരത്തിന്റെ മേഖലയിലും ഇത് തന്നെയുണ്ട്. മനസ്സിന്റെ അഹങ്കാരത്തിന്റെ മേഖലയിലും ഇപ്പം നമ്മൾ കുഞ്ഞുദാഹരണം പറയുന്നത് പിന്നെ എടുത്താൽ മതി. ഇപ്പം നമ്മളൊരു ഫാസ്റ്റിലേക്ക് പോയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു അതിൻ്റെ ഒത്തിരി മേഖലകൾ കാണുമേ. ഒരു കുഞ്ഞു പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രസംഗം പറഞ്ഞെന്ന് കൂട്ടിക്കും, അല്ല ഒരു ആരാധന നയിച്ചു. അതുകൊണ്ട് അന്നേരം ആത്മാക്കൾക്കെല്ലാം ഗുണം കിട്ടിയതാ. അങ്ങനെ ആൾക്കാർക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി. പ്രസംഗം പറഞ്ഞപ്പോഴും എല്ലാവരും ഒക്കെ നല്ല ഇതൊക്കെ കിട്ടി. എന്നാലും നമ്മൾ പിന്നെ ഇരുന്ന് ഓർക്ക് ഇത് ഇച്ചിരി കൂടെ പറഞ്ഞായിരുന്നെങ്കിൽ പിന്നെ മനുഷ്യരെ കുറെ കൂടെ ഒന്ന് ഇമ്പ്രസ് ചെയ്യായിരുന്നല്ലോ. അങ്ങനെ പിന്നെ ഇരുന്ന് ഓർത്ത് നോക്കിക്കേ. അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ നമ്മൾ പിന്നെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് ഇങ്ങനെ പാസ്റ്റിനെ നമ്മൾ ധ്യാനിക്കുക. ഇതെല്ലാം എൻ്റെ അനുഭവം കൂടെ വെച്ച് പറയുന്നത് ഇതൊക്കെ നല്ലപോലെ നോക്കി. അത് നമുക്കൊരു അത് നമ്മൾ ഒരു ദൈവം
അതിന് ഫലം കൊടുത്തതിനെ വീണ്ടും നമ്മൾ അതൊരു നമ്മുടെ അഹങ്കാരമല്ലേ, അവിടെ എല്ലാം നമ്മളാ സെന്റർ ചെയ്യും, അവിടെ നമ്മൾ അഹങ്കരിക്കുവോ, അങ്ങനെ ഇച്ചിരി കൂടെ ഒത്തിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് പാസ്റ്റിലേക്ക് പോയി. ഫ്യൂച്ചറിലേക്കും അങ്ങനെയാ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഫലം നമ്മുടെ ജീവിതം വഴി ഉണ്ടായാൽ മതിയെന്ന് നമ്മൾ അങ്ങ് തീരുമാനിക്കണം. അത് കുറേ കൂടെ മനുഷ്യരെ ഇമ്പ്രസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പാവന ഇടുവാണേലേ, അപ്പൊ അത് അന്നേരം അങ്ങനെയുണ്ട്. ആഗ്രഹത്തിൽ ഇട്ടാൽ മതി നമ്മൾ മുന്നോട്ടേ. ഒത്തിരി കാര്യങ്ങളുണ്ട് അങ്ങനെ നമ്മൾ മുന്നോട്ടുള്ള നമ്മുടെ ജീവിതം തന്നെ ഒരു വിശുദ്ധ ജീവിതം പോലും ആഗ്രഹിക്കുമ്പോൾ അത് മനുഷ്യനെ ഇത് ചെയ്യാനാണെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ഒരു ആത്മീയ അതിശയനാകാനുള്ളതാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരെണ്ണമെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിലേക്ക് നമ്മൾ അതാ ഒരവസ്ഥയിൽ അങ്ങ് നിൽക്കുകയല്ലേ. അപ്പൊ അതിനെ നമ്മൾ ഇപ്പൊ ഈ പ്രസന്റിലിരുന്ന് തന്നെ അത് വരാതെ നോക്കണം. ദൈവമേ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്നെല്ലാം മാറിപ്പോയിക്കൊണ്ടിരിക്കണം. ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളിൽ ഇരുന്നേ കർത്താവേ ഈശോയോട് ഇങ്ങനെ ഓരോന്നും വരുമ്പം ഇത് 24 മണിക്കൂർ നേരത്തെ ഫൈറ്റാ കേട്ടോ. നമ്മൾ നല്ലപോലെ നോക്കിക്കഴിഞ്ഞാൽ ഇതിലേതേലും ഒന്ന് എപ്പോഴും നമ്മളിലുണ്ട്, നല്ലപോലെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ട്. അപ്പൊ അതിനെ ഫൈറ്റ് ചെയ്ത് വിജയിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെയാ നമുക്ക് സമയം കിട്ടുന്നത്. ഇപ്പൊ ഈ ഫൈറ്റ് ചെയ്ത് ഇതൊരു വിജയമില്ലാതെ ഇതെല്ലാം നിൽക്കുന്നേ നമ്മൾ നോക്കുമ്പോഴേ വിജയമില്ലാതെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഈ നമ്മൾ പറഞ്ഞ പോലെ ഈ വചനത്തിലേക്കൊക്കെ പ്രവേശിക്കാൻ പറ്റാതെ നമ്മൾ ദുർബലരാ. ഇതിപ്പം ഇതായില്ലേ, രണ്ടായി, ശരീരത്തിന്റെയും മനസ്സിന്റെയും. ഇനി ഹൃദയത്തിന്റെ വെറുപ്പാ ഹൃദയത്തിന്റെ. അത് സ്നേഹത്തിനെതിരായ എന്തൊക്കെയാണേലും ഇതാ നമ്മൾ പാസ്റ്റിലേക്ക് പോകും. നമ്മൾ പണ്ടോ ആരേലും നമ്മൾ ഇത് വാക്കുകൊണ്ടോ ഒക്കെ ആക്രമിച്ചിട്ടുണ്ടേലേ, അവരെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇരുന്ന് ഭാവന ചെയ്യുക ശരിയാവും കൂടെ. അവൻ അത് പോരായിരുന്നു. അന്നേരം നമ്മൾ ഇപ്പൊ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുന്ന നല്ല വാക്കാ, അതങ്ങ് കൊടുത്തിരുന്നെങ്കിൽ അങ്ങനെ അവൻ അങ്ങ് ഇരുന്ന് പോയേനെ. അന്ന് അത്രയും പറ്റിയില്ല. ഇപ്പൊ നമ്മളിരുന്ന് ധ്യാനിക്കുക ഇവിടെ വിശുദ്ധ സാന്നിധ്യത്തിലൊക്കെ ഇരുന്ന് നേരെ നോക്കിക്കേ, ഇങ്ങനെ നമ്മൾ ചെയ്തിരിക്കുന്നേ. അത് പറ്റിയില്ലല്ലോ. അപ്പൊ നമ്മൾ നോക്കിക്കേ, നമ്മൾ അന്നത്തേനേക്കാളും ക്രൂരത നമ്മുടെ ഉള്ളിൽ വീണ്ടും വളരുമല്ലേ അങ്ങനെ നോക്കുമ്പോഴേ. അങ്ങനെ ഓരോന്നും നോക്കിക്കേ. അങ്ങനെ നോക്കുമ്പോൾ സ്നേഹത്തിനെതിരായിട്ട് വന്നത് നമ്മളിൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇത് ചെയ്യോ. അത് എത്ര പ്രാവശ്യം ഇത് ഓരോന്നും കയറി വരുന്നതെന്നറിയോ? ഇത് നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രാവശ്യം അല്ല ഇത് വരുന്നേ, 100 കണക്കിന് പ്രാവശ്യം ഇത് ഈ ഒരൊറ്റ സംഭവം വന്നു തന്നെ 100 കണക്കിനാ. നോക്കിക്കും, ഒരു എടുത്ത് നോക്കി എത്ര പ്രാവശ്യം അത്രയും പ്രാവശ്യം നമ്മൾ മനസ്സുകൊണ്ട് ഇത് ചെയ്യുന്നുണ്ടല്ലേ. ദൈവം കാണുന്നിടത്ത് നമ്മള് ഇതാ ഈ അവസ്ഥയിലേക്ക് പിന്നെ നമ്മൾ അന്ന് ചെയ്തത് പോലും അല്ല, ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നതാണല്ലോ. ദൈവം കാണുന്നിടത്ത് അത്രയും ക്രൂവല്ല നമ്മള്. അങ്ങനെ അത് ഫ്യൂച്ചറിലേക്കും പോകും. നമ്മളിവിടെ ഇരുന്ന് ധ്യാനിക്കുക. അതാ ഞാൻ ഈ സ്നേഹത്തിന് ആയുധമില്ലായിരിക്കണമെന്ന്, നിരായുധനായിരിക്കണമെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആരെങ്കിലും നമ്മളെ ആക്രമിക്കാൻ ഉണ്ടെന്ന് കൂട്ടിക്കോ. നമ്മൾ വെറുക്കുന്ന ഒരാളുണ്ടല്ല, നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യാനായിട്ട് ആരെയും വാക്കുകൊണ്ട് ഇരിക്കാന്ന് കൂട്ടിക്കോ. അപ്പൊ നമ്മൾ ഇപ്പോഴേ ആലോചിക്കുക, പറയുന്ന വാക്കിനെ എങ്ങനെ, അല്ലെങ്കിൽ അവരെ എങ്ങനെ ആ ഒരു വെറുപ്പേ നമുക്ക് നമ്മളിൽ നിന്ന് വമിപ്പിക്കാന്നേ. അതിന് നമ്മൾ ഭയങ്കര ആയുധങ്ങൾ ശേഖരിച്ചു വെക്കുക, ഷാർപ്പായിട്ട് അത് അങ്ങ് ചെന്ന് പ്രയോഗിക്കുക. ചിലപ്പോൾ പ്രയോഗിക്കാൻ ഒത്തില്ലെങ്കിൽ ഇവിടെ ആഗ്രഹിക്കുന്നിടത്ത് പ്രയോഗിക്കുകയല്ലേ. അപ്പൊ അങ്ങനെ ഫ്യൂച്ചറിലേക്ക് നമ്മൾ പോവുക. അപ്പൊ അങ്ങനെ അതാ ഞാൻ പറഞ്ഞ ഈ സ്നേഹത്തിന്റെ ഹൃദയത്തിന്റെ നൈർമല്യം നിൽക്കാൻ വേണ്ടി, സ്നേഹത്തിന്റെ പരിശുദ്ധിയെ നമ്മളിൽ നിലനിർത്താൻ വേണ്ടി നമ്മൾ ആയുധമില്ലാത്തവരായിരിക്കണം എപ്പോഴും മറ്റുള്ളവർക്കെതിരെ. അപ്പൊ നമ്മളത് കൃത്യമായിട്ട് നിഷ്കളങ്കമായിട്ട് ഓരോന്നിനും മറുപടി പറയാൻ സന്നദ്ധമായിട്ട് നമ്മുടെ ഉള്ളിലേ ഇരിക്കണം. അതൊരു 3 തലമാണേ. ഇത് ഞാൻ പെട്ടെന്നാ പറഞ്ഞേ. ഇത് നമുക്ക് വേണമെങ്കിൽ മണിക്കൂറുകൾ ഇരുന്ന് ഇത് ചെയ്യാവുന്ന. ഈ ഞാൻ നിങ്ങളോട് മറ്റുള്ളവരെ അടങ്ങാൻ നിങ്ങൾ ക്ഷമിക്കുന്നത് നിങ്ങളുടെ എന്ന് പറഞ്ഞിരുന്നത് സ്വർഗസ്നാപിതാവില് പറയുന്നതിലാണല്ലോ. ഈ സ്നേഹത്തിന്റെ പാസ്റ്റിലേക്ക് പോയിട്ട് നമ്മൾ ക്ഷമിക്കാതെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് വീണ്ടും വരുന്നതിനെ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ സ്വർഗസ്നാപിതാവിക്കെതിരായിട്ട് അങ്ങനെയാവും. അങ്ങനെയല്ല, മൊത്തം നമ്മളെ ഒരു എന്നതാ ഒരു നല്ല വാക്ക് കിട്ടുന്നില്ല. നമ്മളൊരു ഒരു അൺകൺക്ലൂഡഡ് മാൻ ആയിട്ട് നിൽക്കുക, അൺകൺവേർട്ടഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലെക്സിബിൾ ആയിട്ട് ഈ പ്രസന്റ് നമ്മൾ നല്ലപോലെ ജീവിക്കാത്തവരായിട്ട് നിൽക്കുക, പ്രസന്റിൽ മാനസാന്തരപ്പെടാത്തവരായിട്ട്. അത് നമ്മൾ നല്ലപോലെ നോക്കി അറിയാം. അത് മനസ്സിനെ ആത്മീയ മനുഷ്യനാകാൻ, അല്ല സ്നേഹത്തിന്റെ മനുഷ്യനാകാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല.
ഇതെല്ലാം അടിസ്ഥാന സ്നേഹം തന്നെ ഇതിനെ ധ്യാനിച്ച് കഴിയുമ്പോഴേ. അത് നമ്മൾ ഇതിപ്പോൾ കുഞ്ഞായിട്ട് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഇത് ഇങ്ങനെ ഒരു അവസ്ഥയാണ് നമ്മൾ കിടക്കുന്നത്. ആ ഒരു എന്നതാ ഒരു കൺക്ലൂഡ് ചെയ്യാത്ത, അല്ല നമ്മളൊരു സെറ്റ് ചെയ്യാത്ത ഒരവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഈ മേഖലകളെല്ലാം ഒരു നൈർമല്യ മേഖലകളെ നമ്മൾ കണ്ടെത്തണം. എന്നൊരു ബാക്കി നമ്മൾ പോകാതിരിക്കാൻ ഓടിപ്പോകണം അതിൽ നിന്ന്. അങ്ങനെ പരിഗണിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചറിയാം നമ്മൾ ഈ ധ്യാനത്തിലായിരുന്നല്ലോ. അതും നല്ല പ്രാർത്ഥനയുടെ സമയത്തായിരിക്കും. നന്മറിഞ്ഞൊക്കെ നല്ല കറക്റ്റ് എണ്ണി തിരുത്തുസ്തുതിയൊക്കെ ചെല്ലും നമ്മൾ. പക്ഷെ നമ്മൾ മനസ്സിതിലൊക്കെ ആയിരിക്കും. നല്ലൊരു നോക്കി അങ്ങനെയാ, ഒരു കുഴപ്പമില്ല നന്മ അറിഞ്ഞവരെയും ചെല്ലും. നമ്മൾ ആലോചിച്ച് നോക്കി, പിന്നെ ഒരു നന്മ അറിഞ്ഞവരെയും പോലും നമ്മൾ ബോധപൂർവ്വം ചെല്ലിയിട്ടില്ലെന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. പ്രാർത്ഥിക്കുമ്പോഴും മെഡിറ്റേഷൻ കുർബാനയ്ക്കൊക്കെ ഇതാ നമ്മൾ. കുർബാനയ്ക്കൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളവർക്ക് നമ്മൾ ഭയങ്കര കയ്യൊക്കെ കൂപ്പി ഭയങ്കര തലകുരിക്കേണ്ട സമയത്ത് തലയൊക്കെ കുനിച്ച് ഭയങ്കര ഇതാണ്. പക്ഷെ നമ്മൾ ഉള്ളിൽ ആലോചിച്ച് കഴിഞ്ഞ് ഇങ്ങനത്തെ ഓരോരോ പദ്ധതികളിൽ അന്ന് പറ്റാത്തതിൻ്റെ പരിഭവത്തിൽ ഇനി ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഭാവനയൊക്കെ ഇട്ട് ആയുധങ്ങളെയൊക്കെ ഒന്ന് ഇങ്ങനെ വരസി അങ്ങനെയാ. അത് നിരന്തരം ഒന്നും അഴിഞ്ഞ് അറിയാതെ അടുത്തത് വന്നോണ്ടിരിക്കും. അതിന്റെ ഒരു ഭയങ്കര പരേഡാ. വളരെ കറക്റ്റ്. നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കിയാലേ ഇത് പിടികെട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഓക്കെ മനുഷ്യരായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വരുമ്പോഴെല്ലാം വെട്ടി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ജാഗരൂകതയും വേണം. സ്നേഹത്തിന് വേണ്ടി പിടിച്ചിരിക്കാനുള്ള ഭയങ്കര ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ശുദ്ധതയാണ് ശുദ്ധത. അതിന്റെ പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും പോകാതെ ഈശോയെ രക്ഷിക്കണേന്ന് പറയണം. ആ സമയത്ത് നമ്മൾ എന്നാ അങ്ങനെ പറയുകയുണ്ടല്ലോ, ഈശോയെ രക്ഷിക്കണമെന്ന് പറയണം അല്ലേ. അത് ബോധപ്പെടണം. അത് ആഗ്രഹിക്കരുത്. അത് നമ്മളിൽ ഇടുകയും ചെയ്യരുത്. ആഗ്രഹമേ. ഇപ്പൊ നമുക്ക് ഒരു ആഗ്രഹം ഇങ്ങനെ കിടക്കുക മുന്നോട്ടാണേലുവേ, നമ്മുടെ കണ്ണുകളുടെ ആർത്തി കിടക്കുവന്ന് കൂട്ടിക്കൂ. ആഗ്രഹത്തെ നമ്മൾ ഭയങ്കരമായിട്ട് ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം, ദൈവമേ രക്ഷിക്കണേ. അതുപോലെ കിടക്കുകയുള്ളൂ. അത് നമ്മൾ നമ്മൾ ആത്മവഞ്ചനയിലാണ്. നമുക്ക് ഭയങ്കര ഈ ജഡിക ജിജ്ഞാസകളൊക്കെ ഭയങ്കരമാണല്ലോ നമ്മളിലെ. അത് നമ്മൾ അങ്ങനെ ഇട്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ അതിനൊരു വേണ്ടെന്ന് വെക്കാനായിട്ടൊരു കറേജ് നമുക്ക് കാണത്തില്ല. അങ്ങനെ ഈ ബോഡിയിലായിരിക്കുമ്പോഴേ ഈ ഫ്ലഷിന്റെ ഒരു ടെൻഡൻസി നമ്മളിൽ ഉണ്ടാവുമോ? അതല്ല, അത് ആത്മീയ മനുഷ്യനാകണം. ഈ ബോഡിയിലെ മനുഷ്യനാണ് ആത്മീയ മനുഷ്യനാകേണ്ടത്. അതാ പൗലോസ്ലീഹ പറയുന്നത്, നമ്മൾ ഫ്ലഷിൽ നിന്നുള്ള ഫ്ലഷാന്ന് ഈശോ പറഞ്ഞു. ആത്മാവിൽ നിന്നുള്ളവൻ ആത്മാവും. അപ്പൊ അങ്ങനെ ആകാനാണ് നമ്മളെ മാംസ സ്വീകരിച്ച് നമ്മൾ ഇത് ചെയ്യുന്നത്. ഈ ആത്മീയ നമ്മൾ ജഡിക മനുഷ്യരാണ്. നമ്മളാണ് ആത്മീയ മനുഷ്യരാകേണ്ടത്. അതിന് ബലവും എല്ലാ ഊർജവും കൊടുക്കേണ്ടത് നമ്മളാണ്. അത് എങ്ങനെയാകുന്നത് ഈ പറഞ്ഞ പ്രോസസ്സിലൂടെ? ഇത് നടക്കണം ഓരോ നിമിഷവും. അത് വചനം ഇപ്പൊ ഒരു മേഖലയേ ഉള്ളൂ. ഇതൊരു ഡിസിപ്ലിന്റെ മേഖല ഇപ്പൊ പറഞ്ഞേ. അതൊരു മേഖലയാകുന്നുള്ളൂ. ആത്മീയ യുദ്ധമാണല്ലോ. അതിലൊരു പ്രധാനപ്പെട്ട ഒന്നെന്ന് പറഞ്ഞാല് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ അറ്റൻഡിങ് നമ്മൾ നല്ലൊരു നോക്കി ഏതെങ്കിലും ഒന്നില്ല. ഈശോയിലല്ലാത്ത സമയങ്ങൾ ഇതിലും ഒന്നാ. അപ്പൊ നമ്മൾ ഈ സമയത്തെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഉള്ള പാപത്തിലുമാണ്. നമ്മള് ഈ പാപത്തിലുവാ. അങ്ങനെ വിചാരത്താലാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. ഉള്ളി വാക്കും ഒക്കെ പറയുന്നുണ്ട് ഇതിന്റെ ഇടയ്ക്ക്. പ്രവൃത്തി നടക്കുവാ. പ്രവൃത്തി നടക്കുവാ. മാമോദിസയിൽ അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മളെ യുദ്ധത്തിന് വിട്ടിരിക്കുകയെന്ന കാറ്റീസം പറയുന്നതേ. ഈ അല്ലാതെ ആദിമ പാപത്തിന്റെ അവര് വഴി ഹ്യൂമൻ നേച്ചർ വന്നിരിക്കുന്ന വൂണ്ട് നമ്മൾ കിടക്കുവാണ്. അത് സൗഖ്യപ്പെടുത്തിയല്ല മാമോദിസയായി വിടുന്നതേ. അത് നമ്മള് ദൈവത്തോട് ചേർന്ന് യുദ്ധം ചെയ്താണ് അത് വിജയിച്ചു വരേണ്ടതേ. വൂണ്ടഡ് നേച്ചറാണ് നമുക്കുള്ളതേ. അത് നമുക്കിത് ഈ കുഞ്ഞു കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയാൽ മതി നല്ലപോലെ. എന്നിട്ട് നമ്മൾ കൊതിക്കണം. ഈ നമുക്കറിയാമല്ലോ ഒരു നിർമ്മല അവസ്ഥ എന്നാണ്. അതെ, നമുക്കറിയാതെ ആ നിർമ്മല അവസ്ഥയ്ക്ക് നമ്മൾ കൊതിക്കണം. അത് കൊതിച്ച് പ്രാർത്ഥിക്കണം. അതാണ് പ്രാർത്ഥനയെ
ചങ്കുരുകി അത് അന്നേരം ചങ്കുരുകി നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം പ്രാർത്ഥന. അല്ലാതെ നമ്മൾ പറയുന്ന പോലെ തെന്നിടത്ത് നിന്നിട്ട് രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലാണ് നമ്മളെല്ലാം ഇപ്പോഴും ഈ വിശുദ്ധ മേഖലയിലുള്ള പല പ്രാർത്ഥനകളും എല്ലാ മേഖലയിലും അതെ പൊതുവേ. അപ്പൊ അങ്ങനെ ഓരോന്നിനെ അറ്റൻഡ് ചെയ്ത് അന്നേരം ഈ ആഗരോഗ്യതയും ഈശോ അതുപോലെ ആവശ്യപ്പെട്ടിരിക്കുന്ന അതിനാ. എന്നാലേ നമ്മൾ തീക്ഷ്ണതകൾ ഉണ്ടാവുള്ളൂ, ജ്വലനം ഉണ്ടാവുള്ളൂ. അല്ല നമ്മൾ ചുമ്മാ അങ്ങ് പോവുക, ഇതിനെയൊക്കെ വഹിച്ചേ ഈ ഓരോ അൺകൺവേർട്ടഡ് ആയിട്ട് അങ്ങ് പോവുക. പണ്ട് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഇടയ്ക്ക് ചിന്തിക്കുമായിരുന്നു ഈ കാര്യങ്ങളെ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും ഇതിനെപ്പറ്റി ചിന്തയില്ലാതെ അങ്ങ് ഭയങ്കര അത് കൊതിയോടെ പ്രാർത്ഥിക്കണം. അത് നമുക്ക് തന്നെ ചുമ്മാ ഭാവിക്കുന്ന ഒരു കൊതിയല്ല, അതെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് അത് ഒഴിവാകുള്ളൂ. അല്ലാതെ നമുക്ക് ഒരു ഇങ്ങനെ ഒരു ആത്മീയ മനുഷ്യൻ അല്ല ഒരു ആത്മീയ അതിശയനാകാനുള്ള ഒരു ആഗ്രഹത്തിൽ ചിലപ്പോൾ നമുക്ക് ഉണ്ടാകുമായിരിക്കും അങ്ങനെയൊക്കെ, ദൈവമായിട്ട് റിലേറ്റഡ് അല്ലാതെ. അതുപോരാ. ഈശോ വിശുദ്ധി എല്ലാം സ്നേഹിക്കല്ലേ ദൈവമേ. പിന്നെ എല്ലാം ഉള്ള വചനങ്ങളൊക്കെ ഈ ഒരു കിണത്തിലാണ് കിടക്കുന്ന ഓരോ വചനവേ. അവിടെ ഒരു മനസ്സാക്ഷിയെ നമ്മൾ ഈ ഇത് മൂന്ന് മേഖല കൂടുതൽ കാണാൻ ചിലപ്പം, എന്നാലും പ്രധാനമായിട്ട് ഇതിങ്ങനത്തെ ഒരേ മനസ്സാക്ഷിയെ നമ്മൾ ഒരു പ്യുവറായിട്ട് നിലനിർത്താനായിട്ട് വിലയിടണം. അതിന് വില കൊടുക്കുകയും ചെയ്യണം. വില കൊടുത്താലേ പറ്റത്തുള്ളൂ. അത് ഓരോ പ്രാവശ്യം നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതിങ്ങനെ വരുന്നുണ്ടെന്ന് തന്നെ മനസ്സിലാവുള്ളൂ. അല്ല ഇതിപ്പം നമ്മൾ അതിനെ അങ്ങ് വിട്ടിരിക്കുക. കണ്ണുകളെ മേയാൻ വിടുന്നെന്ന് പറഞ്ഞ പോലെ കണ്ണുകളെ നമ്മൾ ചിലപ്പോൾ അങ്ങ് മേയാൻ വിടുമല്ലോ ഒരു ഇതില്ലാതെ എന്ന് പറഞ്ഞ പോലെ. ഇത് വന്നോട്ടെ പോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ അത് നമ്മുടെ ബീങ്ങിനെ വല്ലാതെ അതിന്റെ ബീങ്ങിന്റെ ബ്യൂട്ടിയെ കളയും. ആത്മനൈർമല്യമേ. ഇതെല്ലാം മാതാവിനെ നോക്കണം. മാതാവിൽ കൂടെ മാതാവിൽ കൂടെ ഇത് കേറിയിട്ടില്ല. അങ്ങനെ അതാ മാതാവിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. അതാ ഒരിക്കലും മാതാവ് കയറാൻ സമ്മതിക്കത്തുമില്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കണം. മാതാവിലും ഈശോയിലും ഒന്നും കയറാത്തത് നമ്മൾ എന്തിനാ ഇങ്ങനെ അനുവദിക്കുന്നതെന്നേ ഒരു അങ്ങനെ. അതായത് അസാധ്യമായ ഒരു കാര്യമല്ല ഇത്. നമ്മുടെ ഒരു സാക്ഷ്യം കിട്ടാതെ കുറെ നാൾ കഴിയുമ്പോൾ വിശ്വാസം പോലും പേടിച്ച് വരത്തില്ലേ ഈ ടെംപ്റ്റേഷനുമായിട്ട്. അതാ അമ്മത്തരസിയൊക്കെ പറയുന്നതേ, വചനം നമ്മൾ ശക്തിപ്പെട്ട് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മുടെ അടുത്ത് വന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാവുകയെ. ഇപ്പം വന്നാൽ പറ്റുമെന്നറിയാം. അത് നമ്മുടെ തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു ഡൈല്യൂട്ടിങ് ഇപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു സംഭവം നടന്നു. അതിന്റെ ആഫ്റ്റർമാത്തായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ ഓർമ്മ വരും. അല്ലാതെ ഇത് ആയിട്ടോ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റാതെ അങ്ങനെ ഒരു ബോധം ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് രക്ഷപ്പെടാൻ വേണ്ടിട്ട് നോക്കുള്ളല്ലോ. അതെ ഒന്നൊരു ഓടണം, ഓരോന്നും ഈശോയെ രക്ഷിക്കണമെന്ന് പറയാൻ നല്ലതെന്നാണ്. അങ്ങനെ ആത്മാർത്ഥതയോടെ നമുക്ക് പറ്റത്തില്ല. അതാ രക്ഷകനായിട്ട് ഈശോ എപ്പോഴും ഓരോ മേഖലകളിലുള്ളതേ. അങ്ങനെ പ്രാർത്ഥിക്കാം, അന്നേരം ഈശോ അത് രക്ഷിക്കുമെന്ന് നമ്മളെ നല്ല ആഗ്രഹമാണെങ്കിൽ. നമ്മൾ തന്നെ തിന്നുന്നിടത്ത് പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ കാര്യമില്ല. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പ്രസന്റ് ജീവിക്കാൻ പറ്റുമേ. ഒന്നെങ്കിൽ പാസ്റ്റിലേക്കോ അല്ലെ ഫ്യൂച്ചറിലേക്ക് ഈ മൂന്ന് മേഖലയിലും ഏറ്റവും കുറഞ്ഞത് പോയിക്കൊണ്ടിരിക്കുകയും അങ്ങനെ. അതുകൊണ്ട് പ്രസന്റ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ട് പ്രസന്റ് നമുക്ക് പുഞ്ചിരിയോടെ ജീവിക്കാൻ പറ്റാതെ പോവുക. ആകുലപ്പെടേണ്ട വിഷയമല്ല ഇത്. ഒരു നിമിഷം ഈ രോഗത്തിന്റെ കാര്യം പറഞ്ഞ പോലെ, വേദനയുടെ ഭാഗം പറഞ്ഞ പോലെ, ഓരോ സെക്കൻഡിൽ ഉള്ള വേദനയല്ലേ നമുക്ക് വരുന്നുള്ളൂ. ഓരോ സെക്കൻഡിലേ ഇത് വരുന്നുള്ളൂ. ഈ വരുന്നതിനെ അങ്ങനെ തോപ്പിച്ച് പോയാൽ മതി. എപ്പോഴും വരത്തില്ല. നമ്മൾ തോപ്പിച്ചുകൊണ്ടിരുന്നാൽ വരത്തില്ല. അങ്ങനെയുണ്ടേ. ഉള്ളിലൊരു അലോവിങ് ഇട്ടതുകൊണ്ടാണ്. അലോവിങ് ഇട്ട് നമ്മൾ ഈ പാസീവ് ആയതുകൊണ്ടാണ് ഇതിന് വരാൻ പറ്റുന്നത്. നമ്മുടെ ഉള്ള അതുപോലെ ഇതാണെങ്കിൽ പിന്നെ വരത്തില്ല. അങ്ങനെ അതാ ഞാൻ പറഞ്ഞ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ ഒരു അഭിഷേകം ഉണ്ടല്ലോ, അത് നമുക്ക് പിടികിട്ടുന്നല്ലോ. നമ്മളൊരു ഭയങ്കര അഭിഷേകത്തിലാണെങ്കിൽ ഈ മൂന്ന് ശ്രദ്ധകൾ പിന്നെ അങ്ങനെ വേണ്ട.
ഈ അഭിഷേകം തന്നെ നമ്മളെ പരിപാലിച്ചോളൂ. ഈ അഭിഷേകം തകർക്കാനാണ് ഓരോരോ സംഗതികൾ ഇങ്ങനെ വരുന്നത്. അപ്പൊ നമ്മളെ പെട്ടെന്ന് നമ്മളെ ഏതേലും ഒരു വീഡിയോയിൽ വീക്ക്നെസ് ആയിട്ടുള്ളവരുടെ ഇപ്പൊ നമ്മളെ പ്രതീക്ഷിക്കാത്തൊരു കയറി വരും, പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മൾ ഒരു പിടിയും കിട്ടത്തില്ല. അവരിതെല്ലാം മോഷ്ടിച്ച്, അവരല്ല ദുഷ്ടാരൂപി ഇതെല്ലാം മോഷ്ടിച്ച് നമ്മളെ അഭിഷേകത്തിൽ നിന്ന് നമ്മളെ മാറ്റിയിട്ട് നമ്മൾ പഴയ ചേട്ടന്മാരായിട്ട് നമ്മൾ പോകും. പിന്നെ അതാണ് നമ്മൾ അഭിഷേകത്തിൽ വന്നതിന് ശേഷം ഭയങ്കര തീവ്രമായിട്ട് ആഗ്രഹിക്കണം. അങ്ങനത്തെ നമ്മുടെ ഇന്നോളമുള്ള ജീവിതം കൊണ്ട് നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് പിടികിട്ടിയിട്ടുണ്ട്, നമ്മൾ ലേൺ ചെയ്തിട്ടുണ്ട്. എവിടെയാണ് നമ്മുടെ അഭിഷേകം നഷ്ടപ്പെടുന്നത്, എവിടെ ഈ വഞ്ചനയുടെ അരുവി കയറി വരുന്നത്. അവിടുന്ന് നമ്മള് ഏതെങ്കിലും രീതി മാറാമെങ്കിൽ ഇനി ചാരിറ്റി അതുപോലെ ഡിമാൻഡ് ചെയ്ത് ഇപ്പൊ അങ്ങനെ അല്ലെങ്കിൽ ഓരോന്നും ചെയ്തോണം, അതുപോലെ അറിയാം. മനസ്സിൽ ഓരോന്ന് ഈ ഫ്യൂച്ചറിലോട്ടുള്ള പരിഗണന എല്ലാം വരുന്ന അറിയാം. അങ്ങനത്തെ ഒരു ചിന്തിക്കാൻ പോലും ഇത് കൊടുക്കരുത് അല്ലേ? അതെ. കർത്താവിനെ സ്നേഹിച്ച് എപ്പോഴും കർത്താവിനെ നോക്കിയുള്ള ഒരൊറ്റ നിൽക്കാം. അങ്ങനെ അത് പറ്റും നമുക്ക്, നമുക്ക് ഭാഗ്യമോ. പിന്നെ ഈ പറയുന്ന ഇതെല്ലാം കൂടി ഇങ്ങനെ ഒരു ഇതായിട്ടൊക്കെ കെട്ടുപണഞ്ഞ് ഇതായിട്ട് അങ്ങ് കിടന്നാലല്ലേ നമ്മളെ സങ്കീർണതയിലായിരിക്കുന്നത്. സങ്കീർണതയിൽ നമ്മൾ സിമ്പിൾ ഹാർട്ടിലേക്ക് അന്നേരത്തേന് നമ്മുടെ എല്ലാം ഒരു നിഷ്കളങ്കമാവും നമുക്ക് കാര്യങ്ങളെ. അല്ല, പിതാവിൽ നിന്നല്ലാത്ത കണ്ണുകളുടെ ആർത്തി, ജഡമോഹം, ജീവിതാകന്ത, ഇതെല്ലാം പിതാവിൽ നിന്നല്ലെന്ന. ലോകത്തോടുള്ള മൈത്രി, ദൈവത്തോടുള്ള ശത്രുത, അത് ഓർക്കണം. അത് നമ്മൾ ഒട്ടുപിടിയും കിട്ടത്തില്ല. അത് ആ മൈത്രി നമ്മൾ തന്നെ കുഴപ്പമിരിക്കുന്ന ആ മൈത്രി ഒരു ഭയങ്കര എല്ലാത്തിലും അവോടെ ഈ മൈത്രി മനസ്സിലാകാത്ത കാര്യമാണല്ലോ ഏറ്റവും വലിയ നമ്മുടെ ലോകത്തോടുള്ള മൈത്രി, ദൈവത്തോടുള്ള ശത്രുത എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ മാരകഭാവം ചെയ്യുന്നൊക്കെ ആയിട്ടല്ല നമ്മൾ ചിന്തിക്കുന്നത്. ലോകത്തോടുള്ളൊരു മൈത്രി നമ്മൾ കിടന്നാൽ മതി. അതെ, അതൊരു തോട്ടാണെങ്കിൽ പോലും മൈത്രിയാണ്. ഇപ്പൊ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുക, നമ്മളെ നല്ല ഡ്രസ്സ് കൊണ്ട് മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യണമെന്നൊരു ആഗ്രഹം കിടന്നാൽ മതി. അത് ലോകത്ത് അങ്ങനെയൊക്കെ അതെല്ലാം ലോകത്തോടല്ലേ. ഇപ്പൊ നമുക്ക് നല്ല ഭക്ഷണം കഴിക്കണം എന്നൊരാഗ്രഹം നമ്മൾ കിടന്നാൽ മതി. അങ്ങനെ ഇതുകൊണ്ട് ഭക്ഷണം കഴിക്കരുതെന്നല്ല പറയുന്നത്, അതിനൊരു ഇതുണ്ടല്ലോ. ഈ ആഗ്രഹം എന്ന് പറയുന്നത് അതിനേക്കാളൊക്കെ പ്രധാനം പിടിച്ചേ. ഇപ്പൊ നമുക്ക് അത്യാവശ്യമുള്ള നമ്മുടെ എനർജിക്കുള്ളത് കഴിച്ചു പോകണം ജീവിക്കാൻ. എന്നാലും അതിന്റെ ഇടയ്ക്ക് കേറി നമുക്ക് ഇച്ചിരി എന്നാന്ന് പോലും അങ്ങ് ലോകത്തോടുള്ള മൈത്രി എന്ന് പറയുന്നത് എന്നാന്ന് പോലും മനസ്സിലാകാത്തതുപോലെ ബ്ലൈൻഡ് ബ്ലൈൻഡ് അത് ഒത്തിരി നമുക്ക് നല്ലോണം നോക്കി അറിയാം മൈത്രി എന്നാന്ന്. അങ്ങനെ പൗലോസ്ലീഹ തന്നെ കണ്ടല്ലോ, ഇത്രയും അഭിഷേകവും ഇത്രയും മഹാപ്രവൃത്തിയും ചെയ്ത മനുഷ്യന് മാത്രമല്ല ഇത്രയും വേദനയിലും വന്നു കൂട്ടിക്ക്. ഈ കാലങ്ങളിലെല്ലാം ഈ അടി കിട്ടിയേ എപ്പോഴും ഒരു ശരീരം വേദനിക്കുന്ന ശരീരം കൂടെ അല്ലായിരുന്നു. എന്നിട്ട് പോലും പൗലോസ്ലീഹ പറയുന്ന എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായിട്ട് ജരിക്ക് സൂക്ഷിച്ചെന്ന്, അങ്ങനെ കർശനമായിട്ടെന്നുള്ള വാക്കാ ഉപയോഗിച്ചിരിക്കുന്നു. നമ്മൾ വൃത്തിയായിരിക്കണം എന്നുള്ള നമ്മുടെ ഒരു ആഗ്രഹമാകണേ. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹവും ഇല്ല. നമ്മുടെ ആത്മാവേ, നമ്മുടെ ഉള്ളിൽ ദൈവം കാണുന്നിടം വൃത്തിയായിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്കില്ല പൊതുവേ. നമ്മളത് കുഴപ്പമില്ല, അങ്ങനെ അങ്ങ് പോവാം. അതിനകത്താണ് ഒരു കുഞ്ഞു കാര്യം പോലും പിഴവ് പറ്റാതെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ ഊനമില്ലാത്ത കുഞ്ഞാട് നഖത്തിന് പോലുവേ അല്ല, നഖത്തിന് പോലും കുഴപ്പമുണ്ടായി വലിയർപ്പിക്കത്തില്ലേ, ഊനമില്ലാത്ത കുഞ്ഞാടെന്ന് പറയുന്നത് അതാ. ഊനമില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കുഞ്ഞ് പോലും നഖത്തിനില്ലാത്തതെന്നല്ലേ. അത്രയും ആത്മാവിന്റെ ദൈവത്തിന് ബലി അർപ്പിക്കണ്ടല്ലേ നമ്മുടെ ശരീരത്തെ നിങ്ങൾ ദൈവത്തിന് ദഹന ബലിയായിട്ട് അർപ്പിക്കാൻ പറയാം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, അത് ശരീരം നമ്മൾ അർപ്പിച്ചാൽ പിന്നെ അത് ബലി വസ്തുവാ. പിന്നെ ആ ശരീരത്തെ നമുക്ക് പിന്നെ ഇഷ്ടം പോലെ എടുക്കാൻ അർപ്പിച്ച ശരീരമല്ലേ ഇത്.
ദഹന വലിയായിട്ടേ. പിന്നെ സാധാരണ ഒരു മൃഗത്തിന്റെ കൊന്ന ശരീരം പോലെ അല്ല ഇത്, പൗത്രമാണ് പിന്നെ ഇത്. ആ ശരീരമേ ദൈവത്തിന് സമർപ്പിച്ചല്ലേ. അതെ അതെ അതെ. ദൈവത്തിന് സമർപ്പിക്കാൻ കൊണ്ടുപോകുന്ന ഒരു പൂവ് പോലും നമ്മളൊന്ന് ചുംബിച്ചേച്ച് പിന്നെ അത് സമർപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. റോസപ്പൂ ആണേലും പിന്നെ അത് സമർപ്പിക്കുന്നതിന്റെ ഇതാ അപൂർണതയാ. അങ്ങനെ ഇതൊരു ഭാരപ്പെട്ട കാര്യമല്ല. ഇതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഭാരവും ഇല്ലാതെ നമ്മുടെ നിന്ന് മുഴുവൻ ഭാരവും പോകുന്ന ഒരവസ്ഥയാണ് ഇത്. അല്ല നമ്മൾ നോക്കുമ്പോൾ ഈ വലിയൊരു ഇതിപ്പോഴും നമ്മൾ ഈ ഒരു ജാഗരൂകതയിലാണ് നമ്മളെ നിഷ്കളങ്കത വളർന്നോളുവേ. വളരും, നിഷ്കളങ്കമാകും നമ്മൾ. നമുക്ക് ചെയ്യാവുന്ന കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി. പിന്നെ നമ്മൾ ആഗ്രഹിക്കണം ഇത് ലോകത്തിൻ്റെതൂടെ ആയിട്ട് ജീവിക്കാനുള്ള ഒരു തീരുമാനത്തിൽ ഒരിക്കലും ഇത് നടക്കത്തില്ല. ഇവിടെയൊക്കെ പൂർണ്ണ സമർപ്പണം അല്ലാതെ വേറൊരു ഒരു മാർഗവും ഇല്ല താനും. ആന്തരികമായിട്ടേ ആന്തരികമായിട്ട് ഒരു ഇതാ. അത് പ്രാർത്ഥിച്ച് ആഗ്രഹിക്കണം. ഇനി നമ്മൾക്ക് അശുദ്ധമായതൊന്നും നമ്മളുടെ ഒരു രീതിയിലും പാസീവായിട്ട് പോലും ഉണ്ടാകാതെ കാത്തുകൊള്ളണമേ എന്നുള്ളൊരു അങ്ങനത്തെ സ്നേഹത്തിനെതിരായിട്ടുള്ളതും നമ്മുടെ നിഷ്കളങ്കതയ്ക്കെതിരായി എന്ന് പറഞ്ഞാൽ സംസാരത്തിലൊക്കെ നിഷ്കളങ്കതകളുണ്ടല്ലോ, അതിനെല്ലാം എതിരായിട്ട് ഒരെണ്ണം ഉണ്ടാകാതിരിക്കാനേ. അങ്ങനെയല്ലേ. അതിപ്പോ നമുക്ക് ഋജുവായിട്ടൊരു കാര്യം പറയാവുന്നതേ നമ്മൾ വളച്ചു വിട്ടിയാ പലപ്പോഴും പറയുന്നത് ഒരു ഡബിൾ ടങ്കഡ് എന്നുള്ളതേ രീതിയിലാ പറയുന്നത്. യെസ് ഓർ നോ കൃത്യം പറയാവുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്കുണ്ട്. നമ്മൾ അറിയാതെ ഒത്തിരി കാര്യങ്ങൾ കിടപ്പുണ്ട്. അതെ അതെ അതെ. ഫോൺ വിളിക്കുമ്പോഴാകാം അത് ഉള്ളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഓൾറെഡി കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പഴയ മനുഷ്യൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ക്രൂക്കഡ് ക്രൂക്കഡ്നെസ് അല്ല, അത് ഉള്ളിൽ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ വരുള്ളൂ. പിന്നെ അതാ നമ്മള് സെറ്റ് ചെയ്തേക്കുന്ന അങ്ങനെ കിടക്കുന്നേ. നമ്മുടെ കന്യകമാരുടെ ഭൂമിക്കകത്തൊക്കെ പറയുന്ന പോലെ ആ നിഷ്കളങ്കത ഇല്ലേ, ആ ഒരു പരിശുദ്ധ ജ്ഞാനത്തിലല്ലെങ്കിൽ ഈ എണ്ണ മേടിക്കാൻ പറ്റത്തില്ല. പിന്നെ എണ്ണ മേടിക്കാതെ പോകത്തുള്ളൂ. പിന്നെ മേടിക്കാന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങ് പോവുകയെ. പക്ഷെ സമയമാകുമ്പോൾ നടക്കത്തുമില്ല. അതാ നമ്മളിൽ അങ്ങനെ ഒത്തിരി അവസ്ഥകളാണ്. ഈ ജ്ഞാനമുള്ള കന്യകമാരുടെ അവസ്ഥ നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് ഇഷ്ടം പോലെ സമയം കാണും. അങ്ങനെ നമ്മൾ പോകുന്നേ. കാണാൻ എത്ര കാലമായി ഇത് പറയാൻ തുടങ്ങിയിട്ട്. വരും അങ്ങനെ കിടക്കുക. അതുകൊണ്ട് നമ്മൾ ഒരുക്കമില്ലേ, ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് സീരിയസ്നെസ് ഇല്ല. അങ്ങനെ ആ ജ്ഞാനം കിട്ടിയില്ല, നമ്മൾ ഫൂളിഷായിട്ട് നിൽക്കും. കന്യകയൊക്കെ ആയിരിക്കും, പക്ഷെ ആ മണവാളം വന്ന് വിളിക്കുമ്പം മണിമറ കയറാനുള്ള അവസ്ഥയിലായിരിക്കുകയില്ല. അന്നേരത്തേനും എണ്ണയില്ല എന്നൊക്കെ പറഞ്ഞേ മേടിക്കാനൊക്കെ പോകും. ആ വരുന്നതിന്റെ ചുറ്റുവട്ടത്തിലൊക്കെ ആയിരിക്കും അത് സംഭവിക്കുന്നത്. പോഷത്തരം അങ്ങനെ പലപ്പോഴും പറ്റുള്ളേ. അതുകൊണ്ട് നമ്മുടെ അടുത്ത സെക്കൻഡിൽ തന്നെ ഇതിനുള്ള ഓരോന്നും വരും. നമുക്ക് വരുമ്പോൾ നമുക്കത് പ്രാർത്ഥിച്ച് ഇതിൽ നിന്ന് ഓടി മാറി അടുത്ത ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ എങ്ങനെ നിഷ്കളങ്കമായിട്ട് നമുക്ക് ഇടപെടാൻ പറ്റും, എങ്ങനെ ഓരോ മറുപടികൾ പറയാൻ പറ്റും, ഓരോ ശാരീരിക ഭാഷകൾ എങ്ങനെ ആയിരിക്കാൻ പറ്റും, അങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ വഴിയാണ്. അതെ അതെ അതെ. ശരിയായി വരുന്നതും നഷ്ടപ്പെട്ടു പോകുന്നു. അതാ മാരകഭാവത്തേക്കാൾ അപകടം വീനിയൽസിനാന്നാ പറയുന്നത്, ലഘുപാവങ്ങളെ. കാരണം അതിനെക്കുറിച്ച് ഒരു അവബോധം കാണത്തില്ല. അവസാനം വലിയ ക്വാണ്ടിറ്റിയിലാവും. ഇത് നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് നമുക്കാ വലിയ നഷ്ടം വരുന്നേന്നേ. ഇത് നമ്മളോർക്കുന്ന ഇത് അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. ഓരോരോ കുഞ്ഞു കാര്യങ്ങൾ വഴി നമുക്ക് എന്ത് വലിയ നഷ്ടമാണ് നമുക്ക് ഓരോ പ്രാവശ്യം വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആത്മാവിലെ. ഇത് കൊതിയോടെ ഇനി ആഗ്രഹിക്കണം അങ്ങനെ നിഷ്കളങ്കമായിരിക്കാനേ എല്ലാ അർത്ഥത്തിലും. നിഷ്കളങ്കമായിരിക്കാനും ആഗ്രഹിക്കണം അല്ലേ. അതാ പോസിറ്റീവ് ആഗ്രഹിക്കണ്ടേ. നെഗറ്റീവ് നമ്മളിപ്പം പറഞ്ഞെന്നേ ഉള്ളൂ. പക്ഷെ പോസിറ്റീവ് അവസ്ഥയാണ് നമ്മൾ നിലനിർത്തേണ്ടത്. അത് നിലനിർത്തി അങ്ങ് പോയാൽ മതിയേ, പിന്നെ കയറാതെ നോക്കിയാൽ മതി. കിടക്കുന്നതാണ് ഈ സത്വത്തിൽ കിടക്കുന്നതായതുകൊണ്ടാണ് ഇതെല്ലാം. അല്ല, ഈശോയുടെ ഇതായാൽ മതിയല്ലോ. അതേ മനുഷ്യനെ പിഴുത് കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കാനല്ലേ പറഞ്ഞു.
പുതിയ മനുഷ്യനെ ധരിക്കുമ്പോൾ പുതിയ മനുഷ്യന് ഇതെല്ലാം ഉണ്ട്. പഴയ മനുഷ്യനെ പിഴുത് കളയാതെ, പക്ഷെ അത് പിഴുത് കളഞ്ഞേച്ചുമല്ല അത് ധരിക്കുന്നത്. ഒരേ സമയം അത് തീക്കട്ടയ്ക്കകത്തെ തീയ്, അല്ല കരിക്കട്ടയ്ക്കകത്തെ തീയേ ഊതി ഊതി ആ കരിക്കട്ടയെ മുഴുവൻ തീയാക്കുന്ന പ്രോസസ്സ് നടക്കുക. അങ്ങനെ ഒരു അത് ചെയ്താൽ മതി. ഓരോ ദിവസവും ഓരോ സെക്കൻഡും അങ്ങനെ ചെയ്യുക. ഓരോന്നും നമുക്ക് വിശുദ്ധിയിലേക്കുള്ള യാത്രയാണ് നമ്മൾ നടത്തുന്നത്. നമ്മൾ വൈകിട്ട് പൂഞ്ഞാറിന് പോകുന്ന പൂഞ്ഞാറിനുള്ള യാത്രയല്ല. ആ വഴികൾ മുഴുവൻ വിശുദ്ധിയുടെയും ഓരോരോ സ്നേഹത്തിന്റെ ഓരോരോ യാത്രയാണ്. ഓരോന്നേ മാതാവിനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ അമ്മയുടെ മനസ്സ് പോലെ, അമ്മയുടെ അരൂപി പോലെ തിന്മയ്ക്കൊരിക്കലും ഒരു രീതിയിലും പ്രവേശിക്കാൻ പറ്റാത്ത, പരിഗണിക്കാൻ പറ്റാത്തൊരു ആന്തരികതയെ ഭൂമിയിൽ ഏക ചെയ്യേണ്ട കാര്യം ഇതൊക്കെ ഉള്ളൂ. ബാക്കിയൊന്നും നമ്മള് വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടേ അവസാനം എന്നാകാനില്ല. ഒന്നും ആകാൻ ഈ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അത്ര നമ്മുടെ ആത്മാവിനും നിത്യരക്ഷയ്ക്കും മറ്റുള്ളവരുടെ ഒക്കെ പ്രധാനപ്പെട്ടതാ. നമ്മൾ ഒരാള് ശരിയായി കഴിയുമ്പോൾ ഒത്തിരി പേര് ശരിയാകാൻ തുടങ്ങുപോയി ചുറ്റുവട്ടത്തില്. അയ്യോ, ഇതിങ്ങനെ ഉഴപ്പിക്കിടക്കുന്നത് കൊണ്ട് ചുറ്റുപാട് മുഴുവൻ ഉഴപ്പിക്കിടക്കും. നമ്മൾ തന്നെ ബന്ധപ്പെട്ട എല്ലാം ഉഴപ്പിക്കിടക്കുക. അതെ, ഇതൊരു അണ്ണൻറ്റിക്കായിട്ടിട്ട് യാത്ര കൊണ്ട് ഒരു അർത്ഥവും ഇല്ല താനുവേ. മനസ്സാന്തരപ്പെടേണ്ട സമയമൊക്കെ കഴിഞ്ഞതാ. അതുപോലെ മറ്റേ കോഴിമുട്ടയുടെ എക്സാമ്പിൾ പറയുന്നത് 21 ദിവസം വിത്ത് ഞാൻ വിത്തൗട്ട് എന്ന് പറയും എന്ന് പറഞ്ഞതുപോലെ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു സമയം എന്ന് പറഞ്ഞിട്ട് നമുക്ക് മരണം വരെ ഉള്ളതാണോ അതോ അല്ല അങ്ങനെയല്ല, അതൊരു പീരീഡ് ഓഫ് ടൈം ആയിരിക്കുവേ. നമുക്ക് നൽകപ്പെട്ട സമയത്ത് നമ്മളത് ചെയ്തില്ലെങ്കിലേ പിന്നെ നമ്മുടെ സമയം തീർന്നല്ലോ. നമുക്ക് സമയം ഇഷ്ടംപടി ഉണ്ടല്ലോ, അല്ലെങ്കിൽ മരിക്കുന്നതിന് തലേദിവസമാണ് മാനസാന്തരപ്പെടാൻ, അങ്ങനല്ല. ആ നിലപാട് തന്നെ ദൈവത്തിന് മുമ്പിൽ ഏറ്റവും ഇതാണല്ലോ. അങ്ങനത്തെ അത് തന്നെ ദൈവത്തോട് ഒരു നിഷ്കളങ്കമല്ലാത്ത ഇടപെടലല്ലേ. അത് നമ്മുടെ ഒത്തിരി പാപങ്ങളും അങ്ങനെയാണ്. അതിനെക്കുറിച്ച് നമുക്ക് ശരിക്കും ഒരു അനുതാപമില്ല. കാരണം നമ്മൾ ദൈവത്തോട് ഭയങ്കരമായിട്ട് കൗശലപൂർവ്വം ഇടപെടുന്നത്. ഇപ്പൊ നമ്മൾ ഓരോ പാപം നമ്മൾ പരിഗണിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കുമ്പസാരത്തെ ഇങ്ങനെ കണ്ടുകൊണ്ടല്ല നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പം ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ഭയങ്കര കൗശലകരമായിട്ട് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കത ഇല്ലാതെയാ ഒരവത്തം പറ്റി വീഴുന്നതും ഈ പരിഗണിച്ച് ധ്യാനിച്ച് ഒരു ഒരെണ്ണത്തിലേക്ക് നമ്മൾ പോകുന്നതും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്. കർത്താവിനോട് കൗശലം എടുക്കുവാണല്ലോ. അങ്ങനെ ഒത്തിരി പറ്റില്ല നമ്മൾ കിടക്കുന്നത്. ദൈവമായതുകൊണ്ട് ക്ഷമിക്കും. എന്നാലുവേ നമുക്കൊരു ലജ്ജ വേണ്ടേ. അത് ഭയങ്കര അപകടകരമായ അവസ്ഥയാണ് ഒന്ന് പറഞ്ഞാലേ. അതൊക്കെ അതിന്റെ കൗശലമൊന്നും അല്ല പറയണ്ട, വേറെ എന്തെങ്കിലും വാക്കൊക്കെ ആയിരിക്കുവേ. എല്ലാ തലങ്ങളിലും ഒരു നിഷ്കളങ്കത കൊണ്ടുവരിക എന്നുള്ളതേ ഭയങ്കര മസ്റ്റാണ്. കൺവേർഷൻ്റെ ഒരു പാപം ചെയ്യുന്നവൻ അവന്റെ തന്നെ ജീവന്റെ ശത്രുവാന്ന് പറഞ്ഞുകൊണ്ട് തോപിത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞു. അങ്ങനെ അവന്റെ തന്നെ ലൈഫിന്റെ ശത്രുവാണ്. നമുക്കിതൊന്നും പിടികിട്ടുന്നില്ല. നമ്മളേതോ ഒരു വഞ്ചിക്കപ്പെട്ടങ്ങ് പോവുക. ഇതിൻ്റെ ഒരു ഭയങ്കര യാകുരകത നിലനിർത്തണം എന്നെ. അതൊരു മറക്കാതെ ഇച്ചിരി കഴിയുമ്പോൾ നമ്മളിതങ്ങ് മറക്കും. അതനുസരിച്ച് പിന്നെ ആ ഒരു കോമൺ ഫ്ലോ ആ ഇതിലേക്ക് അങ്ങ് പെട്ടു പോവുകയും അതാണ് നമുക്ക് ഇത്രയും കാലമായിട്ട് മനസ്സിലായല്ലോ അങ്ങനെയാണ് നമ്മൾ പോകുന്നതെന്നേ. കുറച്ച് സമയം ഒന്ന് തീക്ഷ്ണതയൊക്കെ വന്നിട്ട് പിന്നെ നമ്മൾ ആ പഴയ ആ പാതയിൽ കൂടെയുള്ള നടപ്പ് തുടങ്ങും. അത് തന്നെ. ഇതിനെ മാറ്റണം. ഇതിന് മാറ്റാനുള്ള വില കൊടുക്കണം. ക്രിസ്തീയ ജീവിതം നിരന്തരമായ ഒരു ആന്തരിക ജീവിതം അത് വല്ലപ്പോഴും ഉള്ളതല്ലേ. നിരന്തരമായിട്ടിങ്ങനെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകണ്ട. ചുമ്മാ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരു ചിന്തയില്ലാതെ ചുമ്മാ നമ്മൾ എന്നേലും വരുന്ന ചിന്ത അങ്ങ് കയറട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ഇട്ട് പോവുമല്ലേ. നമുക്ക് നിയന്ത്രണം ഇല്ലാതെ പോവുക. അത് സ്വാതന്ത്ര്യമല്ലത്.
അവിടുന്ന് ഇവിടുന്ന് എല്ലാം വന്ന് കയറുമല്ലേ എല്ലാം. അതെ 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 അതെ. ഒരു കോട്ടയില്ല, ഒരു കാവലില്ല. ആ അതെ അതെ അതെ. ഇതെല്ലാം വചനമാണ് കേട്ടോ. ഇതെല്ലാം ഓരോന്നിൻ്റെയും പാലനോ അതിന് കൃത്യം വചനങ്ങളുണ്ട്. അതാ വചനം തപ്പി നമ്മൾ വചനം എങ്ങനെ നിലനിർത്തണമെന്ന് പറയുന്നതേ. കണ്ണിനെ നിയന്ത്രിക്കുന്നതിനും നാവിനെ നിയന്ത്രിക്കുന്നതിനും അങ്ങനെ ഓരോ അവയവങ്ങളെ നിയന്ത്രിക്കുന്നതിനും ഇഷ്ടംപോലെ വചനം കിടക്കുന്നത്. ആ വചനം നിലനിന്ന് ആ വചനത്തിൻ്റെ ശക്തി അന്നേരം കിട്ടുവേ. അല്ല നമ്മളിപ്പം ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു എന്നതാ ഒരു എത്തിക്കൽ ഇതിൻ്റെ ശക്തിയെ കിട്ടുള്ളായിരിക്കും, അങ്ങനെ ഓരോ നല്ലതാകാനേ. പക്ഷെ ഇത് വചനവും കൂടെ എടുത്ത് നമ്മൾ വചനം പാലിക്കുകയാണ്, വചനം പാലിക്കുമ്പോൾ ഈശോയെ സ്നേഹിക്കുകയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ വചനത്തിൻ്റെ ശക്തിയോടെ കിട്ടാൻ പോകുന്നത്. വചനത്തിൻ്റെ ശക്തി നിസ്സാരമല്ല. അത് തന്നെ നമ്മുടെ ആത്മാവിൽ കയറി സത്യം ഹെബ്രായലേഖനത്തിലെ വചനത്തിൻ്റെ ആ ഇതേ കണക്ക് ബോധിപ്പിക്കേണ്ട അവൻ്റെ മുമ്പിലാന്നല്ലോ. വിശ്വസ്തത കൊണ്ട് മുറുകണം. സമർപ്പിച്ചോളൂ, ഓരോ നിമിഷം ഒന്ന് സമർപ്പിച്ചു. വേദനകളെ 24 മണിക്കൂർ നേരത്തെ കുറ്റിയസായിട്ട് സ്പിരിച്വാലിറ്റി ഏതാണെന്ന് പറയും. ഓരോ വേദനകളെ ആത്മരക്ഷയ്ക്കായിട്ട് സമർപ്പിച്ചു. ഇത്രയും പേര് യാതൊരു ഇങ്ങനെയല്ലേ ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ഒരു മാനസിക വേദന വരുമല്ലോ. അപ്പൊ ഉണ്ടാകുന്നൊരു പ്രലോഭനമാണേ, എന്തിനാ അത്ര കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്, ഒരു നോർമൽ ലൈഫ് നടത്താത്തത്. അങ്ങനെ ഒരു ഇത് ഏറ്റവും വലിയൊരു പരീക്ഷണമാണ്, പ്രലോഭനമാണ്. എന്തിനാ ബാക്കി ആൾക്കാർ കണ്ടില്ലേ ഈ സ്ട്രെസ് നടക്കുന്നില്ലല്ലോ, എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് എപ്പോഴും ജാഗ്രതയോടെ ജീവിക്കുന്നത്, ഒരു നോർമൽ ലൈഫ് നയിച്ചാൽ പോരെ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെ ഉണ്ടായ വലിയൊരു ഇതാ, അങ്ങനെ ഒരു കോമൺ ഇതെന്നുള്ളതേ. പക്ഷെ ഈശോ വചനത്തിൽ പറഞ്ഞല്ലേ നോക്കണ്ട, അതല്ലേ സത്യം. മറ്റേതിനെ കുറിച്ച് ഉറപ്പില്ല നമുക്ക്. ഇങ്ങനെ പോയാലേ എങ്ങനെ കലാശിക്കും ഉറപ്പില്ലല്ലേ, ഒരു ഉറപ്പുമില്ല. അതോ അന്ന് എനിക്ക് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ ചുമ്മാ ഇങ്ങോട്ട് വന്നതല്ല, ഇങ്ങനെ അങ്ങനെ പിടികിട്ടിയതിന് ശേഷമാണ് ഇങ്ങനെ ഈശോ ഉറപ്പായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് വചനത്തിലെ കാര്യം ഉറപ്പാണ്. മറ്റേ നമ്മൾ എന്നെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഒരു ഉറപ്പില്ല. ഇങ്ങനെ ഒരു ചോദ്യം വന്നായിരുന്നല്ലോ വേറെ ഇതാ അയ്യോ ആണോന്നോ എന്നാ പറഞ്ഞോ, ഒരു 2-3 വർഷം നമുക്കാണേലും എന്നതിന് എത്ര ബുദ്ധിമുട്ടെന്ന് അതൊരു നമ്മൾ ചിന്തിക്കുമല്ലോ. അങ്ങനെ അങ്ങ് ഒരു ആവറേജ് പോക്കങ്ങ് പോയാൽ പോരേന്നേ. അത് എല്ലാ കാര്യത്തെയും സ്പിരിച്വാലിറ്റിയുടെ പരീക്ഷണമാണ് അത്. അങ്ങനെ വചനത്തിൽ ഒരു ഉറപ്പും പറഞ്ഞിട്ടില്ല. നമ്മളങ്ങനെ ഉറപ്പ് പോലെ ഒരു സാമൂഹികവൽക്കരിക്കപ്പെട്ടെന്നേ ഉള്ളൂ കാര്യങ്ങളെ. അത് മനുഷ്യൻ ഏത് തിന്മ ഇത് ചെയ്യും, ഒരു സോഷ്യൽ ഇതിലേക്ക് കൊണ്ടുവരുവേ. ഇപ്പം മൊബൈലിന്റെ മോശപ്പെട്ട കാര്യം കാണുന്ന എല്ലാം സോഷ്യൽ ഒരു ഇതായി, അതൊരു തിന്മയല്ലെന്ന ഉള്ള രീതി മനുഷ്യ മനസ്സ് അങ്ങ് സോഷ്യൽ എന്നാ പറയുന്നത് സോഷ്യലൈസേഷൻ നടത്തിയ അങ്ങനെ നടത്തിയത്. അങ്ങനെ പണ്ട് ഓരോ കാലങ്ങളിലും ഓരോ ശിക്ഷകൾ വന്നത് അങ്ങനെ. ശിക്ഷയുടെ അല്ല ഇവിടുത്തെ പ്രശ്നം, നമ്മൾ വളരുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പ്രശ്നമേ. ദൈവത്തിന്റെ പരിപൂർണതയിൽ, ദൈവത്തിന്റെ പരിശുദ്ധിയിലേക്ക്, ആ പ്യുവർ ആക്ച്വാലിറ്റിയിലേക്ക് വളരേണ്ട നമ്മൾ എന്നായിത്തീരും നമുക്ക് ഒരു പിടിയില്ല. അങ്ങനെ പക്ഷെ ഇത് ഉറപ്പാ, വചനത്തിലെ യാത്ര ഉറപ്പാ, അത് വിശ്വസിക്കണം നമ്മൾ. അത് മാത്രമേ ഉള്ളൂ. ഇത്രയും വ്യക്തമല്ലേ. നമ്മളങ്ങോട്ട് ഇല്ലാതായി പോവായിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയായിരുന്നു. അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി പറയുന്നത്, ചിന്തിക്കുക അത്രേ. പക്ഷെ ഇത് നമ്മളെല്ലാം ഉയർക്കും എന്നുള്ളതായി. ഇങ്ങനെ കോലാടായിട്ടുള്ള ഉയർത്തൊരു ജീവിതം ഒന്ന് ഓർത്ത് നോക്കി. നരത്തിലെ ശിക്ഷയൊക്കെ ഒന്ന് പോട്ടെ. വചനമല്ലാതെ ഒരു ശൂന്യതയിലേക്കുള്ളൊരു അനിഹിലേഷൻ പ്രോസസ് അല്ലല്ലോ അല്ല, ഒന്നും ഇല്ലാതായി പോകണേ അങ്ങനെയും ഓർക്കായിരുന്നു. ഇതങ്ങനെയല്ല. നമ്മളിത് ഇത് ചെയ്യുക ശരീരത്തോടു കൂടെ ഉയർത്തേ. ഇതിപ്പം കുറച്ചു കാലത്ത് ഭൂമിയിലെ ഒരു വൈകൃതം അല്ല ഒരു സൗന്ദര്യം ഇല്ലാமல் സഹിക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ് മനുഷ്യനെ. നിത്യകാലത്തെ ഒന്ന് ഓർത്ത് നോക്കി.
നിത്യകാലത്ത് പറയും ഈ ഭൂമിയിൽ കുറച്ച് നാൾ കഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു. എല്ലാ സമയം അങ്ങനെ തീരുകയല്ലേ. ഇത് മാതാവ് കൊടുക്കുന്ന ദർശനങ്ങളിലൊക്കെ പറയുന്ന ഒരെണ്ണം ഏതോ അവസാന കാലം അല്ലായിരിക്കും, ചില സമയത്തെ ഓരോ കാലത്ത് ദൈവം നമ്മുടെ സ്വയം ആത്മാവിനെ കാണാനായിട്ടുള്ള ഒരവസരം കൊടുക്കുന്നേ. ഇച്ചിരി നല്ലപോലെ അത് ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞ് അങ്ങനെ ആത്മാവിനെ കാണാനായിട്ടുള്ള അവസരം കിട്ടും. നമ്മുടെ ആത്മാവിനെ കണ്ട് കഴിയുമ്പോഴത്തേനും തന്നെ നമ്മൾ മരിച്ചു പോകുന്നു. കുറെ പേര് ആത്മാവിന്റെ വൈകൃതം കണ്ടിട്ട് മരിച്ചു പോകുന്നു. അങ്ങനെ പറയുന്നുണ്ട്. നമ്മളുടെ ഇവിടെ ഇതിന് ആരാധനയ്ക്ക് പറയുന്ന ഓർക്കുന്നുണ്ടോ? ആരാധനയ്ക്ക് അല്ല, ആരാധന ഇങ്ങനെ ഞാൻ പണ്ട് ഇവിടെ നല്ല പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആരാധന ഇടയ്ക്ക് വ്യാഴാഴ്ചത്തെ ആരാധന നയിക്കുമ്പോഴേ ഞാനതങ്ങനെ പറയുമായിരുന്നു. ഇവിടെയോ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അങ്ങനെ പറഞ്ഞതാ. അങ്ങനെ ഒരു ടൗണിന്റെ ഒരു ഭാഗത്തായിട്ട് വീട്. അങ്ങനെ എപ്പോഴും ആളുകൾ എപ്പോഴും വീടിന്റെ ഫ്രണ്ടിൽ കൂടെ എപ്പോഴും പോകുന്നു. സാധാരണ സീനാണെങ്കിൽ ഡോറിന്റെ അവിടെ വാതൊക്കെ പോലും പോയി ചുമ്മാ പോയി നിൽക്കുമായിരുന്നു. ആരാ പോകുന്നൊക്കെ ക്യൂരിയോസിറ്റിക്ക് വേണ്ടിട്ട് കാണാനോ ആ ഭാഗത്തോട്ട് പോലും പോകുമായിരുന്നു. അവ സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതാ. അവ സാഹചര്യങ്ങളെ ഇതൊരു ഭയങ്കര ഒരു ചെറിയ അയ വിട്ടാൽ മതി, അവിടെ പിശാച് അടുത്ത ഇത് നടത്തിക്കോളും. അങ്ങനെ ഒരു അയ വിടാൻ പോലും ഉള്ള നമുക്ക് പറ്റുമല്ലോ അല്ലേ. അയ വിട്ടാൽ നമ്മൾ ദൈവം കാണുന്നിടത്ത് നമ്മൾ അപൂർണരാകുമല്ലേ. അതാ അയ വിട്ടാൽ കേറാൻ ഇത് മതിയേ. അയ വിട്ടാൽ കേറിയിരിക്കും. ഇത് ഭാരപ്പെട്ട ഒരു കാര്യമല്ലേ. ഇതിപ്പോ നമുക്ക് ഇത്രയും മനസ്സിലാക്കി നമ്മളൊന്നും ചെയ്യുന്നല്ലേ. ഇത് ഈശോ വിളിച്ച് ആത്മാർത്ഥം ഓരോ പ്രാവശ്യവും വീണ്ടും വീണ്ടും പറഞ്ഞു അങ്ങനെ അതിനോട് നമ്മൾ ആ ഒരു ദൈവം ശരിയാക്കും. നമ്മൾ അത്യാവശ്യത്തോടെ ഓരോ മൊമെന്റും മുന്നോട്ടുള്ള ഓരോ മൊമെന്റും ഇത് ചെയ്താൽ മതി. പക്ഷെ നമ്മൾ ഇങ്ങനെ പോകുമ്പം ഇച്ചിരി കഴിയുമ്പോഴത്തേനും അടുത്ത ഇത് വരും ഒരു ഇതേ. അന്നേരം നമ്മൾ പതുക്കെ പിശാച് നമ്മളോട് പറയും ഇത് ലാസ്റ്റ് ചാൻസ് ആണ്, ഇത് ഉപയോഗിച്ചു, ഇത് ഇല്ലെങ്കിൽ നിനക്ക് ഇനി ചിലപ്പോൾ നീ ഭയങ്കര തീരുമാനം എടുക്കുമായിരിക്കും. മാനസാന്തരത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതാ അങ്ങനെയാ പറയുന്നത്. അങ്ങനെ എത്ര കാലം നമ്മൾ പോകുന്നറിയാം, മരിക്കുന്നതിന് വരെ നമ്മളെ അങ്ങനെ കൊണ്ടുപോകും. ഈ പഴുത്തരി കാണിച്ചോണ്ട് ഇതിനെ കൊണ്ടുപോകുന്നു പറഞ്ഞ പോലെ ആടിനെയൊക്കെ കൊല്ലാൻ കൊണ്ടുപോകുന്ന ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. എന്നിട്ട് ഈ തൊലി കാണിച്ചോണ്ട് പോകും. ഒരിക്കലും തൊലി കൊടുക്കല്ലേ, തൊലി കണ്ട് അവസാനം അങ്ങനെയാ കണ്ടിട്ട് കാണുമല്ലോ. അതെ, അത് തിന്നാനും പറ്റിയല്ല, അത് തിന്നാനായിട്ടുള്ള പോക്കി അങ്ങോട്ടാ കൊണ്ടുപോകുന്നത്. സഭയെ നോക്കി അതാ വിവേകാനന്ദനാന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞേ. അല്ലെങ്കിൽ വേറെ ഒരിടത്തും ഇത്രയും നിത്യകരിതമായിട്ടുള്ള അവസ്ഥയില്ലെന്നേ. കാരണം അതുപോലെ വേറൊരിടത്തൊക്കെ മഹാന്മാരും വലിയ ആൾക്കാരും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സഭയിലുണ്ടായ സെയിൻസിനോട് തുലനം ചെയ്യുമ്പോഴേ പെർഫെക്റ്റ് ആയിട്ടുള്ള ആത്മാക്കൾ വേറെ ഒരിടത്തും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടേ ചിലവിടെ നല്ലപോലെ അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവരത് മനസ്സിലാക്കിയത് നിത്യഹരിത എന്ന് പറഞ്ഞാൽ അത്രേ ഇതേ ഇത്രയും നമ്മളിപ്പം പുറത്ത് അവിടെ ഇവിടെയൊക്കെ ഓരോരുത്തരും മിസ്റ്റേക്ക് നമ്മൾ ഇതുണ്ടേലുവേ ബാക്കി എത്ര ആത്മാക്കൾ കാണുമെന്നറിയാം. ഈ പരിപൂർണ ഇപ്പം നമ്മൾ പറഞ്ഞ പോലത്തെ പരിപൂർണമായിട്ട് ദൈവം കാണുന്നിടത്ത് ഒരു നൈർമല്യത്തോടെ ജീവിക്കാനേ, മനസ്സാക്ഷിയുടെ പെർഫെക്ഷനില്ലേ അതിലേക്ക് വന്നാൽ പിന്നെ നമുക്കൊരു കുഞ്ഞ് അപൂർണത ഇടാൻ നമുക്ക് തോന്നത്തില്ല. കാരണം എന്നതിനാ നല്ല പൂർണ്ണതയെ നമുക്ക് പോകാമെങ്കിൽ പിന്നെ ഒരു കുഞ്ഞ് അപൂർണത ഇട്ടേ പോകേണ്ട കാര്യമില്ല. ഇപ്പൊ നമുക്ക് നല്ലപോലെ മനസ്സ് വെച്ചാൽ നമുക്ക് ആ കൊതിച്ച് മുന്നോട്ട് പോകാനോ കൊതിയുടെ വിഷയമായി അത് ആഗ്രഹിക്കണം. അന്നേരം ഇപ്പൊ നമ്മള് ഓരോരുത്തരും ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ ആൾക്കാർ വരുന്നവരെ നമ്മൾ ഓർത്തോണം ഇങ്ങനെ ഇതേ നമുക്കൊരവസരം കിട്ടുമ്പോൾ അത് നമ്മുടെ കണ്ണുകളെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ മാറി അങ്ങനെ ഇപ്പൊ നമ്മളിങ്ങനെ ഫ്രണ്ടില്ല നമ്മൾ വരുന്നെങ്കിൽ മാറിയിരിക്കാൻ നമ്മൾ സന്നദ്ധമാകണം, ഒരു വിവേകം കാണിക്കണം. എന്നാ ഇത് നമുക്ക് നമ്മളൊരു പ്രശ്നമില്ലാത്ത ആൾക്കാരാണല്ലോ, നമ്മുടെ കണ്ണി വന്നതല്ലേ എന്നാ അങ്ങനെ നമ്മൾ അങ്ങ് ഇടുവേ, നമ്മൾ അറിയേയല്ല. എന്നിട്ട് ദൈവം നോക്കുന്നിടത്ത് നമ്മള് വെറും ആദവാ, പഴയ മനുഷ്യനാ, നിഷ്കളങ്കതയില്ല നമുക്ക്. നമ്മൾ തന്നെ ആത്മവഞ്ചന നടത്തുക, അങ്ങനെ ഒരു പ്രശ്നമില്ല. അങ്ങനെ
അപ്പോൾ അവിടെയെല്ലാം നമ്മൾ ഒരു ഭയങ്കര, എൻ്റെ ഈ നർമ്മല്യമുള്ള ഈ വെള്ളവസ്ത്രത്തിൽ ഒരു കുഞ്ഞ് പാട് പോലുവേ, ഒരിഴക്കേട് പോലും പറ്റരുത് എന്ന് പറഞ്ഞുകൊണ്ട് വരും. ഇഴക്കേട് പറ്റിയ ഇത് പോവുമല്ലേ, എന്നാ എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ നിന്ന് അത് പോകും. ഒരു കുഞ്ഞ് ഇഴക്കേട് പറ്റിയ നമ്മൾ നോക്കും, ഒരു കുഞ്ഞ് ഇഴക്കേട്, ഒരു ഓവർ ലൈറ്റിങ്, ഒന്നും പ്രശ്നമില്ല എന്ന് പറയും. മാമച്ചാർ കിട്ടിയ സാധുവാരം നഷ്ടപ്പെടുത്താത്ത വിശുദ്ധരുണ്ടല്ലോ. അപ്പം നമ്മുടെയൊക്കെ അവസ്ഥയിൽ അങ്ങനെ അല്ലാത്തത് കൊണ്ട് നമ്മൾ ഒരു പുറകോട്ട് പോയിട്ടേ ചിന്തിക്കണമെന്ന്, അങ്ങനെ പറ്റിയില്ലോ ഇനിയെങ്കിലും ഒരിക്കലും അങ്ങനെയുണ്ടോ ബ്രദറെ? പോസിറ്റീവ്. ഇല്ല, അവര് ഈ അൽഫോൻസാമയും ചാവറ പിതാവിനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോഴേ, ഞാൻ അവരെ കുറിച്ച് അങ്ങനെ അവര് രണ്ടുമാണ് കേട്ടിരിക്കുന്നത്. മാമോദീസായി ലഭിച്ച ഒരിക്കലും നഷ്ടപ്പെടുത്തിയിട്ടില്ലെന്നേ. അന്നേരം ഞാൻ ഓർക്കുമായിരുന്നു, അവരുടെ ജീവചരിത്രം എന്ന് പറയുന്ന ഒരു നിസ്സാര ഇതേ, അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഇതിഹാസം എന്ന് പറഞ്ഞാൽ പോലും അതൊരു പരിഹാസമാണ്. അങ്ങനെ എന്നതാ മാമോദീസായി കിട്ടിയ ആ നർമ്മല്യമേ, മരിക്കുന്നിടം വരെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞതേ, അതൊരു ഭയങ്കര ഇതിഹാസം അല്ലല്ലോ. അത് ഇതിഹാസം എന്ന് പറഞ്ഞാൽ പോലും പരിഹാസം, അതെ ആസ്വദിപ്പിച്ചു. പക്ഷെ അങ്ങനെയാ അത്. ഇനി നമ്മൾ കൊതിക്കണം, എന്റെ ദൈവമേ, നമുക്കങ്ങനെ പറ്റിയില്ലെങ്കിൽ നമുക്ക് അതിലേക്ക് പോയിട്ട് ആഗ്രഹിക്കണം നമ്മളെ. പറ്റിയില്ലല്ലോ, ഇനിയെങ്കിലും പറ്റണമല്ലോ, ചിന്തിക്കണമല്ലോ അല്ലെ. ഇനി നമുക്ക് ജീവിക്കാമല്ലോ. മാത്രമല്ല, ഇനിയിപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് വചനം വെച്ച് നമുക്ക് പഴയ മനുഷ്യനെ പിഴുതു കളഞ്ഞ് പുതിയ മനുഷ്യനെ ആകാനുള്ള മുഴുവൻ സാധ്യതയും ദൈവം വെച്ചിരിക്കുക. അതുകൊണ്ട് ഒട്ടും ആ മാമോദീസായേക്കാളും എന്ന് പറയത്തില്ലായിരിക്കും. പക്ഷെ നമുക്ക് പുതിയ മനുഷ്യൻ ഈശോയെ ധരിക്കാതെ എവിടെ പുതിയതേ മൊത്തം പഴയത് കളഞ്ഞിട്ട് അങ്ങനെ ഒരു സാധ്യത എല്ലാ പാവവും ചെയ്തവനുണ്ട്, ഒരു പാവവും ചെയ്യാത്തവനും ഉണ്ട്. അപ്പം ഭൂമിയിൽ അങ്ങനെ ചെയ്ത് അതിനെ സങ്കടപ്പെടണ്ട. അത്രയും വലിയൊരു വാഗ്ദാനമാണ് ഈശോ വെച്ചിരിക്കുന്നേ. പഴയ ലേഖനങ്ങൾ മുഴുവൻ പറയുന്നതാ, പഴയ മനുഷ്യനെ അങ്ങ് പിഴുതു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിച്ചാൽ നമുക്ക് മുഴുവൻ ഈശോയുടെ നേച്ചറായി, ഈശോയുടെ സ്വഭാവമായി. അപ്പൊ ആ സാധ്യത ആണ് എല്ലാ സാധ്യതകൾക്കും മുകളിലുള്ള സാധ്യത, സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്ന സാധ്യത. 100 നീതിമാന്മാരെക്കാളും സന്തോഷിപ്പിക്കുന്ന സാധ്യത എന്നല്ല ഈശോ. പുറകോട്ട് പോകാതിരിക്കാന്നാണ് ഇനി നോക്കണ്ടേ. അല്ലാതെ നമ്മള് ഇത്രയും കാലം നമുക്ക് മനസ്സിലായി, നമ്മൾ ഇച്ചിരി കഴിയുമ്പോഴത്തേന് ഇതാ അങ്ങോട്ട് ലയിച്ചേ അങ്ങ് പിന്നെയും പഴയ ആ കോമൺ യാത്രയിലേക്ക് പോവുക. അത് മാറ്റണം. ഇന്ന് നമ്മളെപ്പോഴും പറയുന്ന പോലെ തുടക്കമില്ലാത്തൊരു ഒടുക്കമില്ലാത്തൊരു തുടങ്ങണം. അത് മാറ്റണം. അത് അറിയുന്നില്ലേ? അതിനുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ അതുപോലെ ഓരോ ദിവസവും പ്രഭാതത്തിൽ നമ്മൾ ആ ഒരു ഇതിടണം. അതിൻ്റെ ഇടയ്ക്ക് ആരും കയറി, അത്ര ആത്മസുഹൃത്തുക്കളാണെങ്കിൽ പോലും കയറി അതിനെ ഒരു അയവ് വരുത്താതെ നോക്കിക്കണം. നമ്മൾ അറിയേലേ, ഇന്നസെന്റ് ആയിട്ടുള്ള നമ്മൾ ഭയങ്കര കോമൺ അവര് അങ്ങനെ വരും. പക്ഷെ നമുക്ക് ചില സമയത്ത് നമുക്ക് ചിലപ്പം ഒരു സെപ്പറേഷൻ വേണ്ടി വരും. ഒരു പ്രത്യേകിച്ച് അഭിഷേകമൊക്കെ കിട്ടിയ സമയത്ത് അഭിഷേകത്തിന്റെ ആ പോയിന്റ് തന്നെ വന്ന് ഇത് ചെയ്യും അല്ലേ? പേടിക്കണ്ട പക്ഷെ അത് ഓർത്ത് പേടിപ്പിക്കണ്ട. അല്ല, ഉള്ളിനെ ധൈര്യപ്പെടുത്തി നിർത്തിയാൽ മതി. അത് നമ്മളിൽ ഈ പഴയ മനുഷ്യൻ കിടന്നുകൊണ്ട് അത് വിജയിച്ചതേ. നമ്മൾ പഴയ മനുഷ്യൻ കിടക്കാതിരുന്ന ഒരിക്കലും വിജയിക്കത്തില്ലതേ. എന്നെ വിജയിക്കത്തില്ല. അല്ല, നമുക്കിങ്ങനെ ഓരോ ഗ്രോത്ത് ഉണ്ടെന്ന് നമ്മൾ തോന്നിയെങ്കിലും നമ്മളിൽ ഇല്ലായിരുന്നെന്നാണ് ആ ഓരോ പ്രാവശ്യവും നമുക്ക് പരാജയം ഉണ്ടായപ്പോഴേ അത് അത്ര ഉറപ്പുള്ള ഒരു ഇതല്ലായിരിക്കുവേ. അല്ലെങ്കിൽ അവിടെ വിജയിക്കേണ്ടതല്ലേ. വിശ്വാസവും ശരണവും സ്നേഹവും എപ്പോഴും നിലനിർത്താൻ നോക്കിയാൽ മതി. അത് ബാക്കിയൊന്നും നമ്മൾ പ്രത്യേകിച്ച് പ്രതീക്ഷിക്കരുത് അങ്ങനെ. കാരണം നമുക്കിങ്ങനെ ഈ ആത്മീയ യാത്രയിൽ നമ്മളെപ്പോഴും നമ്മൾ പറയുന്ന ഒരു അത് നമ്മൾ പറയുന്ന സന്തോഷം തന്നെ ഒരു ആത്മീയ സന്തോഷം അല്ലായിരിക്കുവേ. അല്ലാത്തൊരു സന്തോഷം നമുക്ക് വേണമെന്ന് നമ്മൾ അങ്ങ് ചിന്തിച്ചു പോവുകയെ. അപ്പം അത് ആത്മീയ സന്തോഷം സാധാ സന്തോഷത്തിൻ്റെ ഇതായിരിക്കും അതേ. അപ്പം ആത്മീയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഇത് പോകുമ്പോൾ ഈ വേദനകളുടെ എല്ലാം ഉള്ളിലുള്ള ഒരു സന്തോഷമാണ്. അല്ലാതെ അതൊരു പുറത്തുള്ള സന്തോഷമല്ലായിരിക്കും. അപ്പം അന്നേരം നമുക്കുണ്ടാകുന്ന ശൂന്യതകളെ കുറിച്ചൊന്നും അങ്ങനെ പേടിക്കണം. അതിനൊരു ധൈര്യം വേണം. ദൈവം
ടാഗോറൊക്കെ പറയുന്ന പോലെ ദൈവം സംസാരിക്കുന്നില്ല, ദൈവത്തിന്റെ നിശബ്ദത കൊണ്ട് ഞാൻ തൃപ്തിയാകുമെന്ന് പറഞ്ഞ പോലെ നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യം തോന്നുന്നില്ല, അല്ലെ ഒരു സന്തോഷം തോന്നുന്നില്ലെങ്കിൽ അത് സങ്കടപ്പെടണ്ട. എന്നാലും ഭയങ്കരമായിട്ട് നമ്മളെ വിശ്വാസം, പ്രതീക്ഷ, ഉപവിയിൽ അങ്ങ് നിലനിന്ന് പോയാൽ മതി. എന്നാലേ നമുക്ക് വളരാൻ പറ്റത്തുള്ളൂ. അല്ലെ നമ്മൾ പെട്ടെന്നേ നല്ല യോസിനൊക്കെ പറയാറുന്നല്ലേ, ഈ പെട്ടെന്ന് പോയിട്ട് പോലെയൊക്കെ തോന്നുന്നു. അപ്പോൾ അത് നമുക്ക് അത് നിൽക്കുക എന്നല്ലാതെ കുറച്ച് സമയമേ, കുറച്ച് ദിവസങ്ങളാണേ പോലും പെട്ടെന്ന് അത് അവോയ്ഡ് ചെയ്യാൻ നോക്കാതിരിക്കുക എന്നല്ലേ. കാരണം വോയിഡിലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. അതെ അതെ, വോയിഡിലാണല്ലോ പരിശുദ്ധാത്മാവ് വരുന്നത്. ഇത് വ്യാപരിച്ചെന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ ഇത് ചെയ്യാൻ നോക്കരുത് ഒരിക്കലും. നമ്മൾ അതിനെ ഏതെങ്കിലും രീതിയിൽ ഫില്ല് ചെയ്യാൻ നോക്കുമ്പോൾ ദൈവം ഒരുക്കുന്ന ആ ശൂന്യതാവസ്ഥ നമുക്ക് നഷ്ടപ്പെടുവേ. അപ്പൊ നമ്മൾ ഈശോയെ സ്നേഹിക്കാനേ ആഗ്രഹിക്കാവുള്ളൂ. വേറൊരു രീതി നമ്മൾ സന്തോഷത്തെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് നമുക്ക് ആ യഥാർത്ഥ സന്തോഷത്തെ അല്ല നമ്മൾ എന്നെ ആഗ്രഹിക്കാവുള്ള അല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തെ മാത്രമേ ആഗ്രഹിക്കാവുള്ളൂ. അങ്ങനെ വേറെ ചെയ്ത് നോക്കിയാലും പിന്നെ ശൂന്യതയായിട്ട് ഇരിക്കുള്ളൂ. വീണ്ടും വേറൊരു ശൂന്യതയായിട്ട് വരുമോ? അത് കൂടുതൽ പാപഭാരം കൂടെ എല്ലാം ഒരു മറ്റേതാണെങ്കിൽ ഒരു സൗഖ്യമുള്ള ഒരു നിരാശ എല്ലാം. അതെ അതെ അതെ, നിരാശ കൊണ്ടുവരാന്നുള്ള ഇതിന്റെ എല്ലാം പുറകില്ലേ. മാത്രമൊക്കെ ഉണ്ടല്ലേ, ഈ നീണ്ട 50 വർഷവും പോയിട്ടില്ല ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ഇത് ഫീൽ ചെയ്തേ. അല്ല നമുക്ക് സന്തോഷത്തെ ആയിരിക്കും നമ്മൾ തപ്പുന്നേ. അതുകൊണ്ട് നമ്മൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം, ഞാൻ ഈശോയെ എനിക്ക് വേണ്ടെന്നേ. ഈശോ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേലും അത് നമ്മൾ വിശ്വസിക്കണം. അത് വിശ്വാസത്താലാണ് നമ്മളത് എപ്പോഴും ഉറപ്പിക്കേണ്ടതേ. അങ്ങനെ പിടിച്ചു നിൽക്കാൻ പഠിക്കണം. അങ്ങനെ പിടിച്ചു നിന്നാലേ നമുക്ക് ഇതുണ്ടാകത്തുള്ളൂ. അല്ല നമ്മൾ അന്നേരം നമുക്ക് ബൈക്കുണ്ടെങ്കിൽ ബൈക്ക് എടുത്ത്, ഞാൻ ഒരു പറയായിരുന്നു, കാർ എടുത്ത് നമ്മളങ്ങ് പോവുമല്ലേ, അത് നമുക്ക് നഷ്ടപ്പെടുവേ. ദൈവത്തിന്റെ പ്രവർത്തിക്കാനുള്ള സമയം ദൈവം ഒരുക്കിക്കൊണ്ട് വന്നതെങ്കിൽ അത് നഷ്ടപ്പെടും. ഈ തേനീച്ചയൊക്കെ തേനെടുക്കുമ്പോൾ ആദ്യം അവരതിനകത്തൊരു പ്രാതലുണ്ടാക്കുമ്പോൾ അതിനകത്തൊരു ശൂന്യതയല്ല ഉണ്ടാക്കുന്നത്, പിന്നെയാണ് കൊണ്ടുവന്ന് തേൻ വെക്കുന്നത്. ആ ശൂന്യതയെ തകർത്ത് കളഞ്ഞാലേ എവിടെ കൊണ്ടുവന്ന് തേൻ വെക്കും? അതൊരു ഭയങ്കര സംഭവമല്ലേ അല്ല, തേനീച്ചയൊക്കെ ആദ്യം ഒരു കുഴിയല്ലേ ഇങ്ങനെ ഉണ്ടാക്കുന്ന, ഒരു വോയിഡല്ലേ, ഒരു ശൂന്യതയാണല്ലോ ഉണ്ടാക്കുന്നത്. ശൂന്യതയ്ക്കകത്തോട്ടല്ലേ ഈ പിന്നെ തേൻ കൊണ്ടുവന്ന് വെക്കുന്നേ, പൂമ്പൊടിയെ ആദ്യം അറിയാൻ ഉണ്ടാക്കും. അത് ഭയങ്കര ഒരു ലക്ഷണല്ലേ വേറെ. കാരണം എങ്ങനെയെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം വന്നു കഴിയുമ്പോഴത്തേക്കും വേറെ ഏതെങ്കിലും രീതിയിൽ പോയിട്ട് അത് ഭയങ്കര വഞ്ചനയായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലേക്ക് പെട്ടെന്ന് അങ്ങ് മാറും. അത് ഈ പറയുന്നത് പോലെ ദൈവം ഒരുക്കിക്കൊണ്ട് വരുന്നതായിരിക്കും. അതെ, അതിനും നമ്മൾ വെല്ലം കൊടുത്തിട്ടും കാര്യമില്ലേ. ഇച്ചിരി സഹിക്കണം, അത് ഇച്ചിരി സഹനമായിരിക്കും. പക്ഷെ അതൊരു നമ്മൾ സഹിച്ച് നിൽക്കണം. അത് അവസാനം വരെ സഹിച്ച് നിൽക്കുന്നവർ രക്ഷപ്പെടുമെന്നാ പറയും. അത് നമ്മുടെ മനസ്സിൽ നമ്മൾ കണ്ടീഷൻ ചെയ്ത ഒരു സ്പിരിച്വാലിറ്റി ഒക്കെ ആയിരിക്കും. അല്ലാത്തതേ ഇച്ചിരി മാറി വരാൻ ബുദ്ധിമുട്ടാ. പക്ഷെ അങ്ങനെ സ്ട്രോങ് ആണ്, മാറിയേ പറ്റൂ. കിടക്കുന്നവരുന്നത് സഹിച്ചിരിക്കുന്നത്. മറിയത്തിന്റെ ലോലിനെസ്സിനെയല്ലേ ദൈവം ചെയ്തതേ. അതെന്നാ പറയുന്നത്? താഴ്മയെന്ന് പറയുന്ന ഒരു തരം ഒരു ഒന്നും നമ്മൾ ക്ലെയിം ചെയ്യാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാ താഴ്മയെ. ദൈവത്തിന് മുമ്പിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ ഒരു താഴ്മ, അത് നമുക്ക് വാക്കുകളില്ല. അത് മാതാവിന്റെ താഴ്മ, കർത്താവ് തന്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തെന്ന് പറയുന്നതേ. അത് പ്രാർത്ഥിക്കണം മാതാവിനോട് എപ്പോഴും. താഴ്മ എന്ന് പറയുന്ന അഹങ്കാരത്തിന്റെ എതിർത്ത ഇതാണല്ലോ. അഹങ്കാരമല്ലായിരുന്നു പിശാചിന്റെ പാവേ. ശരി, അല്ലെങ്കിൽ വോയിഡൊക്കെ വരുമ്പോഴത്തേക്കുവേ നമ്മൾ ആ സാഹചര്യത്തിൽ നിന്ന് മാറും. എന്നിട്ട് വേറെ എന്തെങ്കിലും ചെന്ന് എൻഗേജ് ആണെന്നൊക്കെ നോക്കും. പക്ഷെ അപ്പോഴത്തേക്കും നഷ്ടപ്പെടുന്നത് ദൈവത്തിന്റെ പ്രവർത്തിക്കാനുള്ള സമയത്തായിരിക്കും. ഞാൻ മിക്കപ്പോഴും ചെന്ന് ബൈക്ക് എടുത്ത് പുറത്തേക്ക് പോകും. രണ്ട് കറക്കൊക്കെ ഇറങ്ങി തോന്നും പോയി ചായ കുടിച്ചിട്ട് വരാൻ ആ വഴി അങ്ങ് പോകും. ആ വഴി പോയിട്ട് സംഭവിച്ചിട്ട് അതിലും കുറവായിട്ടേക്കും.
ഓരോ കൺസെപ്ഷൻ നോക്കും. ഓരോ കൊച്ചുണ്ടാകുന്നത് സ്ത്രീകൾക്ക് അന്നേരം അത് വരുമ്പോൾ അവരെ ഏറ്റവും സഹിക്കുകയല്ലേ, ആ അവരെ ഏറ്റവും ചർച്ച ചെയ്യും. ആ ഏതാണ്ട് അങ്ങനെ അതെ നോക്കാനും ഓക്കാനോ ആ സമയത്ത് അവരിൽ ആ കൺസീവിങ് പ്രോസസ്സ് നടക്കുന്നത് വളരെ ആദ്യത്തെ അവസ്ഥകളെ. ഏറ്റവും നല്ലത് നടക്കുമ്പോഴത്തേക്കല്ലേ. ആദ്യം പടിയാത്. പടി പോലും വെച്ചിട്ടില്ല. അല്ല സാരമില്ല. ആരോടും ഷെയർ ചെയ്യുന്നത് നല്ലതാണോ അതോ ചിലപ്പോൾ ഇങ്ങനെയുള്ളത് ഒന്നും ഷെയർ ചെയ്യാതിരിക്കുക എന്നല്ല. നമ്മൾ ആ നിശബ്ദമായിട്ട് സഹിച്ച് ദൈവത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മളിൽ പവർ കൂടുവേ. അല്ലെ നമ്മളിലുള്ള ഈ സഹിച്ച് നിൽക്കാനുള്ള, അവസാനം വരെ സഹിച്ച് നിൽക്കാനുള്ള ശേഷി നമ്മൾ കുറയുക. ഇതൊക്കെ ഈശോ നോക്കിക്കോളൂ. ഈശോ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണല്ലോ. എപ്പോഴും നമ്മൾ ആശ്വസിക്കപ്പെട്ട് നിൽക്കണമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഒരു അങ്ങനെ നമ്മൾ ഇച്ചിരി സ്ട്രഗിൾ. ഇപ്പൊ ഞാൻ കണ്ടില്ലേ, എന്നോ കഴിയുന്ന വർക്കുകളെല്ലാം എടുത്ത് ജോർജുട്ടിയുടെ വീട്ടിൽ ചെന്നാൽ അതിനെല്ലാം കൊടുക്കുന്ന വിലയും വേദനയും എന്ന് പറയുന്നത് ഭയങ്കരമാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാനത് അങ്ങ് അവസാനം ഒരു നിവൃത്തികേടില്ലല്ല. ദൈവമേ അത് അങ്ങനെ ഇതാണെങ്കിലേ അങ്ങനെ ആകട്ടെ, അങ്ങനെ ദൈവം തരും. നമ്മൾ സമ്മതിക്കുമ്പോഴത്തേക്കാണല്ലേ. അല്ല, ഇത് തന്നെ ദൈവത്തിന്റെ, നമ്മൾ ആ ദൈവത്തിന്റെ ഇഷ്ടത്തോടെ നയിക്കപ്പെടാൻ പറ്റിയ അത് തന്നെ ഭാഗ്യം. അങ്ങനെ എല്ലാം ഒരു പുഞ്ചിരിയോടുകൂടി സഹിക്കുകയും ചെയ്യണേ. അല്ലാതെ പെട്ടുപോയെന്നുള്ള രീതിയിലല്ല ഈ ദൈവത്തോടുള്ള നിലപാടുകളെ. ദൈവം നമ്മളെ അതുപോലെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ തരുന്നതേ. ഒരു വേദനകളും ഞെരുക്കങ്ങളും ശൂന്യതകളും ഒക്കെ ഇവിടുത്തെ പുത്രന്റെ വേദനകളോട് ഇത് ഐക്യപ്പെടുത്തുന്ന ഇതല്ലാതെ. നമുക്ക് ഇങ്ങനത്തെ വോയിഡ് വരുമ്പോഴേ നമുക്കപ്പം പുറത്ത് നമ്മുടെ ഒരു ഒരു സ്നേഹം നമ്മളിങ്ങനെ സംസാരിക്കുകയും ചെയ്യില്ല. അപ്പൊ അതിലൊരു ഇതില്ലാത്ത പോലെ പുറത്ത് ഞെരുക്കം സംസാരിക്കുമ്പോഴാണെങ്കിലും പറ്റാതെ വരും. പറ്റാതെ വരുന്ന ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ കൺസീവ് നടത്തുമ്പോൾ അവർക്ക് ഛർദിയോ ഭക്ഷണമൊന്നും കഴിക്കത്തില്ലാത്ത അവസ്ഥ വരുന്ന പോലെ ഒരു തരം ഒക്കാൻ അവസ്ഥകൾ വരുന്നതായിരിക്കുവേ. അതും കുഴപ്പമില്ല. അതൊന്നും കുഴപ്പമില്ലെന്നേ. അതിനൊക്കെ ആവശ്യമായിരിക്കും ഇങ്ങനെ ഓരോ സെയിൽസും കടന്നു പോയ ആ സ്ട്രഗിളുകൾ എന്തേലും നമുക്ക് പറയാൻ പറ്റത്തില്ല, എഴുതി വെക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ 2-3 മണിക്കൂർ കൊണ്ട് വായിക്കുന്ന ഒരു പുസ്തകത്തിനകത്ത് ഇവര് വർഷങ്ങൾ കടന്നുപോയ സ്ട്രഗിളുകൾ എങ്ങനെ എഴുതി വെക്കും? ഉള്ളിലുള്ളവൻ പുറത്തുള്ളവനേക്കാളും ശക്തനാണല്ലോ. ഉള്ളിലുള്ളവൻ ദൈവമല്ലേ, പുറത്തുള്ളത് സൃഷ്ടിയോ. അതുകൊണ്ട് ആ രീതിയിൽ എന്നാ ആക്രമണം ഉണ്ടായാലും ദൈവം അതിനെ ഇത് ചെയ്തോളുവേ. ഇവിടെ എല്ലാം നമ്മുടെ വിശ്വാസമൊക്കെ ഉണർന്നു വരുന്ന അന്നേരവേ. വിശ്വാസവും അത് നോക്കിക്കണം. വിശ്വാസവും പ്രതീക്ഷയും ഉപവി അങ്ങനെയാണ് നമ്മൾ വളരുന്നത്. നമുക്ക് ഇച്ചിരി സഹനം വന്നാലും ഈശോയോടുകൂടി നമ്മൾ ചേർന്ന് നിന്നേ. നമ്മൾ തിരിച്ചാ ചിന്തിക്കുന്നത്. വിശ്വാസവും പ്രതീക്ഷയും ഉപയോഗം വന്നു കഴിയുമ്പോഴത്തേനും ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതെ അതെ അതെ. എങ്ങനെ പറയാം, എന്നാലും വിശ്വാസം അത്യാവശ്യം പോയി നമ്മൾ നിൽക്കേണ്ടതെന്നാ, നിലനിൽക്കേണ്ടതേ. അതിലാ നമ്മൾ വിശ്വസിക്കണ്ടേ. ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്നതുകൊണ്ടല്ല, ദൈവം പറഞ്ഞതുകൊണ്ട് ദൈവം ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അവിടുത്തെ വചനത്തില് നമുക്ക് ഫീൽ ചെയ്യുന്നതല്ല. നമ്മുടെ റേഞ്ചിലേക്ക് കൊണ്ട് നോക്കുക നമ്മൾ. അതെ, അത് വിശ്വാസം അല്ലല്ലോ. വിശ്വാസം നമുക്ക് അനുഭവപ്പെടുന്നത് വിശ്വാസത്തിന്റെ തലമല്ലല്ലോ. അതുകൊണ്ട് വിസ്തുർബാനെ നമ്മൾ സാധാ ഓസ്തി പോലെ അതിനകത്ത് നമ്മൾ വിശ്വസിക്കുമല്ലേ ഈശോയെ. അതിനകത്തൊരു മാംസരൂപം ആകുമ്പോഴത്തേനും അത് വിശ്വാസത്തിന്റെ തലത്തിൽ നിന്ന് താഴെ പോവുക. നമ്മൾ അങ്ങനെ കാണുമ്പോഴേ ഈശോ പറഞ്ഞത് വിശ്വസിക്കുകയല്ലേ. കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ എന്നല്ലേ ഈശോ പറഞ്ഞു. ദൈവിക പുണ്യങ്ങൾ ഭയങ്കരമായിട്ട് പ്രത്യാശ അതിലേക്കാണ് നമ്മുടെ, അത് ആത്മാവിന്റെ മേഖല അതാണ്. ബാക്കിയൊക്കെ നമ്മൾ ഇങ്ങനെ. അതുകൊണ്ട് വലിയ വിശുദ്ധരൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതിനകത്ത് കാണുമായിരിക്കും ഈ ദൈവവും അവരുമായിട്ടുള്ള ബന്ധത്തിന്റെ ഇടയ്ക്ക് അവര് ഒരു സമാശ്വാസം പോലും എന്നാന്ന് ചോദിച്ചിട്ട് വെർച്യൂസും കൊണ്ടുവരാൻ ആഗ്രഹിച്ചില്ലെന്ന്. സമാശ്വാസവും ദൈവവും അവരുമായിട്ടുള്ളതിന്റെ ഇടയ്ക്ക് ഒരു സമാശ്വാസങ്ങൾ കിട്ടാൻ ആഗ്രഹിക്കുവോ നമ്മുടെ പുണ്യങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയോ ചെയ്തില്ലെന്ന് അവരിതൊന്നും ഇല്ലാത്ത പോലെ. അതാ ആ ശൂന്യത നിൽക്കുന്നത്. ആ ശൂന്യത എംബ്രേസ് ചെയ്യാനായിട്ടേ, ദൈവമായിട്ട് ഐക്യപ്പെടാനായിട്ട് അതല്ലേ വേണ്ടേ. അപ്പൊ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ ആ ഐക്യത്തിന് തടസ്സമാവും.
അങ്ങനെയുണ്ട്. കർത്താവിൻ്റെ ശക്തമായ കരങ്ങളുടെ കീഴിൽ അങ്ങ് നിന്ന് കൊടുത്താൽ മതിയേ. ഇവിടെ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. കൊച്ചിന്നാലും ഫീൽ ചെയ്തല്ലേ അത്. നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്ന് നമ്മൾ വിശ്വസിക്കുക വേണ്ടേ. അത് നമുക്കത് അനുഭവപ്പെടണമെന്നില്ല. നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് ദൈവത്തിന് സന്തോഷമായി. അനുഭവപ്പെടുന്ന ആർക്കും ഇത് ചെയ്യാമല്ലോ വിശ്വസിക്കുമ്പോൾ. അതുകൊണ്ട് അങ്ങനത്തെ ഭൂമിയിലൊരു ശരിക്കും പറഞ്ഞ ഒരു ആത്മീയ അനുഭവം പോലും പ്രതീക്ഷിക്കാതെ പോകാൻ പറ്റുമെങ്കിൽ അതാ ഏറ്റവും നല്ലത്. കൊച്ചേസിയൊക്കെ പറഞ്ഞത് ഞാൻ അങ്ങ് ഇവിടെ വെച്ച് കാണാൻ ആഗ്രഹിക്കുന്നില്ല, അവിടെ വന്ന് കണ്ടോളാം. അങ്ങനെ അങ്ങ് പോവാം നമുക്ക് നല്ലേ. നമുക്കിവിടെ ഒരു അനുഭവമൊക്കെ എന്തിനാ കൃത്യമായിട്ട് കാണാനിരിക്കുകയല്ലോ. അതെ, അതൊക്കെ അങ്ങ് വരാം. അതെ. ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും പരിപൂർണപ്പെട്ട് അങ്ങ് പോകാന്ന് മാത്രമേ ഉള്ളൂ. അത് നോക്കി നമ്മുടെ വണ്ടിയിലിരുന്ന് സ്റ്റിയറിംഗ് പിടിച്ച് നമ്മളിങ്ങനെ പോകുന്നത് പോലെ അത് നോക്കി നമ്മുടെ മൊത്തം നമ്മൾ നോക്കുന്നില്ലല്ലോ. അതങ്ങ് നോക്കി അങ്ങ് പോയാൽ ഓക്കെ കാര്യങ്ങളെ. ഭൂമിയിൽ അതേ നോക്കേണ്ടതുള്ളൂ. നമുക്ക് ആശ്വാസം കിട്ടുന്നുണ്ടോ, നമുക്ക് സന്തോഷം കിട്ടുന്നുള്ളോ എന്നൊക്കെ നമ്മുടെ വിഷയമല്ല പറഞ്ഞ. അത് അതിൽ തന്നെ ഭാഗ്യവും സന്തോഷമാണ്. അങ്ങനെ അവസാനം വരെ സഹിച്ചു നിൽക്കാനുള്ള ഒരു വിളിയാണ് ക്രിസ്തീയ ജീവിതമേ. അതിൽ നിന്ന് മാറിപ്പോകാതിരിക്കുക നല്ലതേ. അത് ആത്മീയ വേദനയായാലും ശൂന്യതയുടെ വേദനയായാലും നിസ്സഹായതയുടെ വേദനകളായാലും അവിടെ എല്ലാം കർത്താവിനെ വിശ്വസിച്ച് ഒരു പുഞ്ചിരിയോടുകൂടെ നിൽക്കാൻ പറ്റിയാൽ അതാ യഥാർത്ഥ വിശ്വാസം, യഥാർത്ഥ പുണ്യം. അല്ലാത്ത ഏത് പൊട്ടനും പറ്റുമല്ലോ. ഒരാളത്തിനൊക്കെ വാഗ്ദാനം കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞ കൊച്ചിനെ കൊടുക്കുന്നറിയും. എന്നിട്ട് പോലും അതല്ല കൊച്ച്. 2000 വർഷം കഴിഞ്ഞ് വരുന്ന ഈശോയാണ് യഥാർത്ഥ കൊച്ച്. പ്രാർത്ഥന സന്തോഷിക്കേണ്ട കൊച്ചേ. കൊച്ചുണ്ടാകുന്നവരെ എങ്ങനെ സന്തോഷിക്കും? അങ്ങനെ അല്ല, റിയലായിട്ട് നോക്കിയാലേ നമുക്കാണേലും നമുക്ക് നല്ലപോലെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തല്ലിക്കൂട്ടി ഒരു സെയിന്റ് പോലെ ആയിട്ടൊന്നും കാര്യമില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കിയ ഒരു മനുഷ്യന് നമുക്ക് സങ്കടമല്ലേ എന്നാലും വരുന്നത്. അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരുമാതിരി ഒപ്പിച്ചൊരു പുസ്തകമൊക്കെ എഴുതിയിട്ടേ എല്ലാവരും പ്രശംസിച്ചെന്ന് പറഞ്ഞാലും നമുക്കറിയാം ഇതൊന്നും പോരാന്ന് നമുക്കറിയാമെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അതെ, അതിനെ പ്രശംസിച്ചാലൊന്നും നമുക്ക് തൃപ്തമാകുകയല്ല. ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്ന് നമുക്കുള്ളിൽ കാണും. നമുക്കിപ്പം പിതാവിൻ്റെ തന്നെ പരിപൂർണ്ണ ആ ഒരു ദൈവം തന്നെ ആയിരിക്കുന്ന പ്യുവർ ആക്ച്വാലിറ്റിയിലേക്കുള്ള അത് നമുക്ക് നല്ല ബോധ്യമല്ലേ. അതെ, ആ ബോധ്യമുള്ള മനുഷ്യർ എവിടെയെങ്കിലും കുഞ്ഞൊരു സ്റ്റേറ്റിലെ ഒരു സാങ്ക്ടിറ്റിയെ നമ്മൾ എങ്ങനെ ഇത് ചെയ്യും? ലിമിറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. പറ്റത്തില്ല, നമുക്ക് ചിന്തിക്കാൻ പോലും അങ്ങനെ പറ്റത്തില്ലല്ലോ. അതൊരു ഒരു ബോധ്യം തന്നതിന് ശേഷമേ, അല്ലെങ്കിൽ പണ്ട് ചിന്തിക്കായിരുന്നു. ഒരാളെ ഒന്നിനൊക്കെ പറഞ്ഞ ഏതാണ്ട് വയലിനോ അങ്ങനെ ആണ്ട് ഒരു ഇൻസ്ട്രുമെന്റ് ഏതാണ്ടേ വായിക്കുക. അന്നേരത്തേനും അത് കേട്ടോണ്ടിരുന്നവരെല്ലാം ഭയങ്കര ആവേശത്തിൽ കൈകൂട്ട് എഴുന്നേറ്റ് നിന്ന് ഈ പുള്ളിയെ ഇത് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരും എന്ന് പറഞ്ഞ പോലെ പക്ഷെ ഈ പുള്ളി ഇങ്ങനെ ഇടയ്ക്ക് പുള്ളിയെ പഠിപ്പിച്ച മാസ്റ്റർ ഇരിപ്പുണ്ട്. മാസ്റ്ററിന് മുഖത്തോട്ടെ ഈ പുള്ളി നോക്കുന്നത്. മാസ്റ്ററിന് ഒരു അനക്കവും ഇല്ല. അതുകൊണ്ട് ഇവര് ഇത് എന്തൊക്കെ പറഞ്ഞിട്ടും ഇവരെന്തെല്ലാം പ്രശംസിച്ചിട്ടും പുള്ളിക്ക് സന്തോഷം കിട്ടുന്നില്ല. കാരണം മാസ്റ്റർ സന്തുഷ്ടനല്ല. അങ്ങനെ ബാക്കിയുള്ളവരെല്ലാം എന്നാ പ്രശംസിച്ച് എന്നാ 2ാം ക്രിസ്തുവാ 3ാം ക്രിസ്തുവാന്നൊന്നും പറഞ്ഞ നമ്മളെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. കാരണം നമ്മുടെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവിടുന്ന് പ്രസാദിക്കുന്നില്ലെങ്കിലേ നമുക്ക് ഭാരം അല്ലെങ്കിൽ ഒരു ഇതല്ലോ, ഒരു വേദനയാണല്ലോ. അതെ അതെ അതെ, പറയണ്ടോ പറഞ്ഞില്ലെങ്കിൽ കാര്യമില്ലല്ലോ. എല്ലാം വിട്ട് അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ വിളിച്ച മഹാവിളിയിലേക്ക് എല്ലാം മാനുഷിക അഭിപ്രായങ്ങളെ എന്നാ കോമണായ പോരെന്നുള്ള ഏറ്റവും വഞ്ചനാകരമായ ഇതിനെയൊക്കെ തള്ളിക്കളഞ്ഞ് അത് വരും. അതിൽ നിന്ന് വിജയിക്കാന്നുള്ളതാ. ഇപ്പം വിജയിച്ചു. നമ്മൾ പറയുന്ന ഉദാഹരണമില്ല, എല്ലാവർക്കും ക്യാൻസറാന്ന് പറഞ്ഞിട്ട് അവസാനം അതുകൊണ്ട് നമുക്ക് ഒരിതും കിട്ടത്തില്ലല്ലോ. നമ്മൾ സഹിക്കേണ്ട വേദന നമ്മൾ തന്നെ സഹിക്കണ്ടേ. നിത്യതയിലാണ് അത് നിത്യമായിട്ടും സഹിക്കണ്ടേ. എല്ലാവരും സഹിക്കുകയല്ലേ.
അങ്ങനെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കേ. ഇപ്പൊ അവസാനം എല്ലാം പോയി എല്ലാരും കൂടെ നശിക്കുകയാണേലും എല്ലാരും ഉണ്ടല്ലോ. അങ്ങനെ തന്നെയല്ലോ തന്നെയല്ലല്ലോ. അയ്യോ, അതൊക്കെ നേരായിട്ട് നമ്മുടെ ഉള്ളിൽ വരുന്ന വഞ്ചന ഇതൊക്കെ. അവിടെയാണ് കർത്താവിന്റെ ഹൃദയം വേദനിക്കുന്നതുവേ. അന്വേഷിക്കുന്നവരുണ്ടോ എന്നവിടുന്ന് നോക്കി ഒരുത്തിനെ പോലും കണ്ടേ. നീ അവിടുത്തെ സങ്കടം മാറ്റണ്ടേ. ഈശോയുടെ വിഷമം എന്തായിരിക്കും അല്ലേ? എന്നാ മുഴുവൻ നോക്കിയിട്ട് ആരെയും കണ്ടില്ല. നീ ജെറുസലേം നമ്മൾ പറയുന്നല്ലേ, യെരമ്യാ പറയുന്നു, ഒരു ആള് നീതിമാനായിട്ടുണ്ടായിരുന്നെങ്കിലേ ബാബിലോൺ പ്രവാസം ഇല്ലായിരുന്നു ഓർക്കണം. ഒരാള്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയും കൂടെ ചിന്തിക്കണേ. കോമണ് അല്ല. 10 പേരിൽ 12 പേര് 10 പേര് ആ അവരുടെ അവിശ്വാസമാണല്ലോ പറ്റിപ്പോയത്. 40 വർഷം പോകാം. സമർപ്പിതരുടെയൊക്കെ ഒരു പറ്റിയ ഏറ്റവും എനിക്ക് ഫീൽ ചെയ്തൊരു വചനമാണ്. അങ്ങനെ സമർപ്പിത വർഷത്തിന് പറയാൻ പറ്റിയ ഒരു കാര്യമാണല്ലോ അത്. ആ 10 പേർക്ക് പറ്റുന്ന പറ്റേ അവരുടെ വിശ്വാസമാണ്, പ്രശ്നമാണ്. മറ്റൊരു 40 വർഷങ്ങള് 10-30 ലക്ഷം ഇസ്രായേൽക്കാർ ഈ മരുഭൂമിയിൽ അലഞ്ഞതേ. തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളുടെ നിസ്സംഗത എന്ന് പറയുന്നതേ, അതിനേക്കൊരു വിളിയും പ്രചോദനവും കിട്ടിയത് അത് എത്ര പേരെയാ ബാധിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അല്ല, തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളുടെ നിസ്സംഗത എന്ന് പറയുന്നതേ ആഫ്റ്റർ മാത്തല്ലേ, എത്ര പേരിലേക്കാ പറ്റില്ല. അന്ന് 10 പേരുടേത് 30 ലക്ഷം പേരിലേക്കല്ലേ പകർന്നു ഇസ്രായേൽക്കാര്. 10 പേരുടെ അവിശ്വാസമാണ്. നല്ലൊരു കൃപയിൽ നിൽക്കുന്ന ഒരു അച്ഛനുണ്ടെങ്കിൽ ആ ഇടവക മുഴുവൻ അനുഗ്രഹിക്കപ്പെടുന്നത് പോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ഒരു അച്ഛനുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സംഭവിക്കുമല്ലോ. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അതാ, രാജാക്കന്മാരോ ഉഴപ്പപ്പെട്ടപ്പോഴാണ് ജനം മുഴുവൻ ഉഴപ്പത്. രാജാക്കന്മാരാണ് പൂജാഗിരികൾ ഉണ്ടാക്കി കൊടുക്കുകയും അങ്ങനെ. അത് വചനം എടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ രാജാവ് ഇതിന് പറ്റിയപ്പോഴാ എല്ലാരും അങ്ങനെ ആയി പോവാ. എനിക്ക് ഇതിനൊക്കെ പോകുമ്പോ ഒരു ബാക്കി പോകുന്നവർക്കല്ലാവേ എങ്ങനെ ഒരു ബസ്സിൽ പോകുമ്പോഴേ പോകുന്നവർക്കെല്ലാം എങ്ങനെയെങ്കിലും ഒക്കെ പോകാൻ ചിന്തിക്കാം. പക്ഷെ ഡ്രൈവറിന് ഉറങ്ങാനായിട്ടുള്ളൊരു ചിന്തയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ലല്ലോ. ഉറങ്ങുന്നതിനെ കുറിച്ച് പുള്ളിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഇതിന്റെ ഇടയ്ക്ക് പോകുന്ന വഴിക്ക് ചുമ്മാ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഒന്ന് ഉറങ്ങി പോകുന്നതിനെ കുറിച്ച്. നമുക്കും അങ്ങനെ ഒരു അവകാശമില്ല. അങ്ങനെ ഒന്ന് പരിഗണിക്കാൻ പോലുമേ പസീവ് ആകാനുള്ള ഒരു യാത്ര ഒരു ഇതേ. വിലപ്പെട്ടതെല്ലാം ഒരുക്കി കളയണം നമ്മളിന്നെ. ദൈവത്തിന് വിട്ടു കൊടുത്താൽ ദൈവം അവർ ഉരുക്കും. വിട്ടു കൊടുത്തില്ലേ പോലും 7 ആവർത്തി അത് AC വെച്ച് ഒരുക്കത്തില്ലല്ലോ. ഫർണൈസ് തന്നെ വേണം. പേടിക്കണ്ട, വെക്കുന്നത് ദൈവമാണ്. നമ്മളുടെ നോക്കാൻ അവിടത്തേക്ക് അറിയാം. വലിയ പീഡകളിലേക്കല്ലല്ലോ അങ്ങനെ വെക്കുന്നത്. അവിടുത്തെ ജ്ഞാനത്തിൽ ചെയ്തോളും. ഒന്നും പേടിക്കണം. നമുക്ക് താങ്ങാനാവാത്തത് അല്ലേ തരികയില്ല. നമ്മളെ സംബന്ധിച്ച് ഭൂമിയിലായിരിക്കുന്നതിന്റെ ഒരൊറ്റ നിയോഗം പൂർത്തിയാക്കുമെന്നേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ച് ഒരേ. അതല്ലാതെ വേറെ എന്തെല്ലാം പൂർത്തിയായാലും ഒരു കാര്യമില്ല താൻ. അങ്ങനെ ഒരു ഓർത്തോണം. വെറുതെ ഭൂമിയിൽ ഉപേക്ഷിച്ച് പോകേണ്ടി വരും. നമുക്കറിയാം അത്യാവശ്യം. പോയാൽ മതി പോവുക എന്നുള്ളതാ. തിയറിയിൽ ഭയങ്കര ഹീറോയ്ക്കും പ്രാക്ടീസിൽ ഹീരോയായി കഴിഞ്ഞാൽ തീർന്നു. തിയറിയിലെടുത്തത് ഓരോ നിമിഷമേ മനസ്സിലായി വെച്ച് ജീവിക്കുക, വചനം എടുക്കുക.
ഒന്നും കിട്ടിക്കോളും. അടുത്തടുത്ത് സ്റ്റെപ്പ് ഈശോ നോക്കിക്കോളുവേ. പരിശുദ്ധാത്മാവല്ലേ ഉള്ളൂ. നമ്മൾ അങ്ങനെ അല്ലാതെ അതെ പരിശ്രമമുണ്ടല്ലോ അല്ലേ? കർത്താവില്ലാത്ത പരിസ്ഥിതിയെ പോലെ ജീവിക്കേണ്ട കാര്യം, ആകുലപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഒരിക്കലും ആകുലപ്പെടരുത്. ഇതിന് നമ്മുടെ യാത്രയെ മുഴുവൻ നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ഒന്ന് സമർപ്പിക്കപ്പെട്ട് കിട്ടിയാൽ പിന്നെ നയിക്കാൻ സ്വർഗവും എല്ലാം ആണല്ലോ. സന്മനസ്സുള്ള എല്ലാവരും അതെ. കുഴപ്പിയാൽ പോലും അത് കൂടുതൽ പെർഫെക്ഷനിലേക്ക് വരുവുള്ളൂ. അങ്ങനെ ഓരോ കാര്യങ്ങളും ഒന്ന് എഴുതിയിടാനൊക്കെ പറ്റുവാണെങ്കിലേ പ്രാർത്ഥിച്ച് ഓരോ പുണ്യത്തിനെ കുറിച്ചുള്ള ഒരു കൊതിയെ അങ്ങനെയൊക്കെ എഴുതിയിട്ട് നമ്മൾ തന്നെ നമ്മളോട് പഠിപ്പിക്കണം. നമ്മൾ ഏതെങ്കിലും പെട്ടെന്നൊരു പിശാചൊരു ദുഷ്ട സാഹചര്യം ഒരുക്കിയാൽ അതിന്ന് മാറി നിൽക്കാൻ, അല്ലെ നമ്മളങ്ങ് നിന്ന് പോകും. ഒരു കണ്ണുകൾക്ക് ഒക്കെ കണ്ണുകളുടെ ജിജ്ഞാസയെ തൃപ്തിപ്പെടുത്തുന്ന പറഞ്ഞിടത്തായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്തടത്തായിരിക്കും വരുന്നത്. പക്ഷേ നമ്മളങ്ങ് നിന്ന് പോകാതിരിക്കാൻ നമ്മളൊരു ഇത് വരണം. നമ്മൾ പറഞ്ഞു എഴുതിയിട്ടോ എങ്ങനെയാണേലും പരിശീലിപ്പിച്ചോണം. അന്നേരം ഓടി മാറാനൊരു ധൈര്യമേ നമ്മളവിടെ പിടിച്ചു നിർത്തും. ഒരു ഭയങ്കര ഫോഴ്സിൽ ബന്ധനം പോലെ അങ്ങനെയുള്ള സാഹചര്യം, അങ്ങനെ ഓരോ സാഹചര്യത്തിൽ മാറിപ്പോകാനേ ഒരു മേഖല ഞാൻ പറഞ്ഞേ, അത് എല്ലാത്തിൻ്റെയും മേഖലകളിലെ അഹങ്കാരത്തിൻ്റെ ആണേലും വെറുപ്പിൻ്റെ ആണേലും ഒക്കെ സ്റ്റോൺ ബൈ സ്റ്റോൺ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ഡേ ബൈ ഡേ. അതെ. അഭിഷേകത്തിൽ നിൽക്കാൻ നോക്കുക. അത് ദുർബലമാക്കാനുള്ള ശ്രമങ്ങളെ നമ്മൾ ശ്രദ്ധാപൂർവം നിർവീര്യമാക്കിക്കൊള്ളണം. അത് പ്രാർത്ഥിച്ചൊരുങ്ങിയിരിക്കണം. ഇവിടെ ആൾക്കാർ വരുമ്പോഴേ നമ്മളെ തന്നെ ഓർപ്പിക്കണം. ദൈവമേ, ഇനി ഒരിക്കലും പുറകോട്ട് പോകാൻ നമ്മുടെ അനുഭവങ്ങളുണ്ട്. 1000 അനുഭവങ്ങൾ നമുക്കുണ്ടല്ലോ. അതിൽ നിന്ന് നമ്മൾ ലേൺ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ശക്തനും ധീരനുമായി നമ്മൾ ഭയപ്പെടാന്ന് കാണാൻ പിശാചിനെ സമ്മതിക്കരുത് ഒരിക്കലും. നമുക്ക് നമ്മൾ ഇതായിരിക്കണം ദൈവ വിശ്വാസത്തിലും. അമ്മേ ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് ചുറ്റും സാക്ഷികളുടെ സമൃദ്ധിയല്ലേ ഉള്ള. നമ്മൾ പിന്നെ നമ്മളിതിപ്പം ചുമ്മാ അന്തരീക്ഷത്തിലോട്ട് ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോലെ അല്ലല്ലോ. കോടിക്കണക്കിന് രക്തസാക്ഷികൾ, മഹാവിശുദ്ധർ എത്രയോ. പിന്നെ അങ്ങനെ പറയാം, സാക്ഷികളുടെ സമൃദ്ധിയാണ് നമുക്ക് ചുറ്റും. നമ്മുടെ ചുറ്റും സാക്ഷികളുടെ വലിയൊരു സമൂഹമുള്ളതിനാ എന്ത് വചനമല്ലേ? അതാ വെളിപാടല്ലേ? അല്ല, ഒരു അബോധത്തിൽ എപ്പോഴും അങ്ങ് പോകാൻ നോക്കണേ. ഇനി അതൊരു ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇപ്പം എത്രയോ പെൺകുട്ടികളെ ബെഡ് റെസ്റ്റ് എടുക്കുന്നു. വലിയ ജോലി, എന്നാ ജോലിയും രാജിവെച്ചേച്ചേ ഒരു കൊച്ചിന് വേണ്ടി. അങ്ങനെ ശകലം ഇപ്പം നമുക്ക് അതിനേക്കാളും വലിയൊരു ഇതല്ലേ നമ്മൾ അഭിഷേകത്തിലായിരിക്കുക എന്നുള്ളത്. എന്തേരെ വലുതാ. അപ്പൊ അതിനു വേണ്ടി ഇപ്പൊ ആൾക്കാർ എന്നാ പറഞ്ഞു ഇച്ചിരി ഒരു ബെഡ് റെസ്റ്റ് എന്ന് പറയുന്ന പോലത്തെ ഒരു നിലപാടുകൾ സ്വീകരിക്കുന്നത് നല്ലതാണ്, സ്ട്രോങ് ആയിരിക്കാനേ. നമ്മുടെ അരൂപിയിലാണ് അത് നോക്കേണ്ടത്. അരൂപി പ്രാർത്ഥിച്ച് അതിനുവേണ്ടിയുള്ള എല്ലാ പ്രിക്കോഷനും എടുത്തോണം. ഇതൊരു കൊതിയാക്കണം. അതൊരു വിശുദ്ധിയൊക്കെ നമ്മുടെ ഒരു കൊതിയാകണം. നമ്മളാണ് ഇനി ഉത്സാഹിക്കേണ്ടത്. ഇത്രയും അങ്ങനെ ഒരു പാസീവാവസ്ഥ ആയതുകൊണ്ട് ഇടയരുത് ഒരിക്കലും. എല്ലാ രീതിയിലും ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പം ദൈവത്തിന്റെ വലിയ ഇതും കിട്ടും. നമുക്ക് ഭയങ്കര നമ്മളും ഹീറോയ്ക്ക് ആകുന്നതിലൊരു ആന്തരികത വരുവേ. അല്ലെ നമ്മൾ ഇതെല്ലാം കഴിയുമ്പോഴത്തേനും നമ്മളാകെ ഓരോന്നേ നമ്മളാകെ ചത്തി ചതഞ്ഞ് അങ്ങേ ഗ്യാസിന്റെ ഒരു ഉദ്ദേശം കൂടെ അതാ. നമ്മളെ ആ ബലം കുറപ്പിച്ചിട്ടേ പിന്നെ ആ ജനറലിലേക്ക് അങ്ങ് പോവും. ഇനിയിപ്പോ അടുത്ത ഉപസാരം വരെ അങ്ങ് ജനറലായിട്ട് പോവും. അങ്ങനെ നെല്ലിക്കുട്ടി പോവും എന്നൊരു സജഷൻ വരും. നമ്മളങ്ങനെ പോവും. കുഴപ്പമില്ല, ഇനി അടുത്ത ഉപസാരം കഴിഞ്ഞിട്ടാട്ടെ A to Z ശരിയാക്കാൻ പോവാണ്. അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ നടക്കുന്ന ആത്മീയ വഞ്ചനയെ. അത് ചിലപ്പോൾ ഉപസാരം കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ തൊട്ടേ തുടങ്ങും ഇത്. അന്നേരം കാണും എന്നെ പറഞ്ഞതേ അയവ് വരുത്താൻ വേണ്ടി. ദുഷ്ടൻ ചുമ്മാ നോക്കിയിരിക്കുകയല്ല.
യഥാർത്ഥ കുമ്പസാരം കേൾക്കുന്നത് ഈശോ അവിടെ ഇരുന്ന് പറയുന്നത് നീ പാപത്തോടെ എന്നേക്കും മരിക്കാനല്ലേ, എന്നോടുകൂടെ പാപത്തോടെ എന്നേക്കും മരിച്ച് ദൈവത്തിൽ നിന്ന് ജനിച്ച പാപം ചെയ്യാൻ പറ്റാത്ത അവനായി മാറാനല്ലേ. അതാണ് നമ്മൾ കേൾക്കേണ്ടത്. അല്ലാതെ നമുക്ക് ആ കുമ്പസാരക്കാരൻ അങ്ങനെ പറയുന്നുണ്ട്. നമുക്കും അറിയാം, നമ്മുടെ മനസാക്ഷിയിൽ അറിയാമല്ലോ അത്, അല്ലേ? അല്ലാതെ ആരെങ്കിലും നമ്മളെ ആ ഒരു മേഖലയിൽ ഇത് കിട്ടിയാലുമേ നമ്മൾ ആന്തരികമായിട്ട് സ്വീകരിക്കുന്നൊന്നുമില്ലല്ലോ. നമുക്കറിയാം ഇതല്ലെന്ന്. അല്ലേ? മുത്തരസ്യായ വീനിയൽ സിൻ ചലഞ്ച് വന്നപ്പോഴത്തേനും അല്ലേ കൺവേർഷൻ, ഗ്രേറ്റ് കൺവേർഷൻ. മുത്തരസ്യായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ആത്മാവിനെ നോക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണല്ലോ. ഇത് കൃപയോട് സഹകരിച്ച് ഇതിനൊരു വിട്ടുവീഴ്ച വരുത്താതിരിക്കുക എന്നുള്ളതാണ്. 10,000 സൂര്യവെട്ടമുള്ള കണ്ണുകൊണ്ട് നോക്കുന്നവൻ നോക്കുന്നു. പ്രൂഫ് റീഡിങ് ആണത്. ഈശോയെ രക്ഷിക്കണേ, ഈശോയെ രക്ഷിക്കണമേ, ഈശോയെ രക്ഷിക്കണമേ. ഈശോയോട് പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ ഓരോന്നിങ്ങനെ സജഷൻസ് വരികയും നമ്മുടെ നിവൃത്തിയുടെ മിക്കവാറും ഉള്ള കാര്യങ്ങൾ നമ്മുടെ പരിധിയിലല്ല. അത് ദൈവസഹായം എന്നാലും തേടുക എന്നുള്ളതാണ്. നേടിക്കോന്ന് വന്നാലും പ്രാർത്ഥിച്ച് അങ്ങനെ പ്രാർത്ഥിച്ച് ഓരോ ദിവസവും നമ്മളുടെ ആത്മാർത്ഥത കാണുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം വരും നമ്മുടെ മേലെ. നമ്മൾ കളിപ്പിക്കാനുള്ള രീതിയിലാണെങ്കിൽ എങ്ങനെ വരും? എന്നിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? ഊരിപ്പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളത്തിനകത്തോട്ട് നല്ല വെള്ളം വീണിട്ടും വല്ല കാര്യമുണ്ട്? അങ്ങനെ ചിലപ്പോൾ വരികയില്ലായിരിക്കും. നീ വന്നാൽ തന്നെ ഊരിപ്പിഴിഞ്ഞ് വെച്ചിരിക്കുക ബാക്കിയെ. അതുകൊണ്ട് ദൈവം ശക്തമായ കരങ്ങളില്ലേ കീഴിൽ നിന്ന് ധൈര്യമായിട്ട് അങ്ങ് പോവുക. സെക്കൻഡ് ബൈ സെക്കൻഡ് ഇഷ്ടം കൊണ്ടൊന്നും കലക്കാൻ നോക്കുന്നതിനെ ഒന്നും സമ്മതിക്കണ്ട. നമ്മൾ ധീരമായിട്ട് നിന്നോണം. അതെ, 1000 പോയിന്റുകൾ നമ്മളിൽ ഓക്കെ ആയിട്ട് കിടക്കുമ്പോൾ 1 പോയിന്റ് ഇട്ട് അവന് ചിലപ്പോ അതെ 1 പോയിന്റ് 1000 പോയിന്റ് കറക്റ്റ് ആയിട്ട് നിൽക്കുമ്പോഴേ 1 പോയിന്റ് കൊണ്ട് വരൂ. അല്ല, മനുഷ്യൻ അതി കുടുങ്ങി പോവുകയും. എന്നതാ അല്ല, ജോലി ചോദിച്ചില്ലേ ഈ ഒരു കാര്യം ഭൂമിയിലുള്ളതേ നേച്ചറിന്റെ ഒരു പെർഫെക്റ്റിങ് ആയിരിക്കുമല്ലോ എന്നേ. അന്നേരം അതല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്യുവർ ആക്ച്വാലിറ്റി ദൈവത്തിന്റെ പൂർണ്ണതയിലേക്ക് വരവല്ലേ. ഒരു നേച്ചറിന്റെ ഒരു മാത്രമല്ലല്ലോ. അങ്ങനെ അത് കിടന്നാൽ ചിലപ്പോൾ ആൾക്കാർ അതിൽ നിൽക്കുവേ. നമ്മുടെ സ്വഭാവം, ഹ്യൂമൻ നേച്ചർ, ഡിവൈൻ നേച്ചർ എന്നൊക്കെ പറയല്ലേ. മാത്രമല്ല നമ്മുടെ ഹ്യൂമൻ നേച്ചറിനെ ഡിവൈൻ നേച്ചർ ആക്കുക. അത് നമ്മുടെ ഒത്തിരി കാര്യങ്ങളല്ലോ. ആക്ച്വാലിറ്റി ആകുമ്പോൾ എല്ലാം വരുവേ. എല്ലാം വസിക്കുന്ന ഒരു അങ്ങനെ ഒരു മൊത്തത്തിൽ ഒരെണ്ണം നമ്മൾ കിടന്നില്ലേലേ നമ്മൾ ചുമ്മാ ഒരു ഇതിലേക്ക് പോവേ. നമ്മുടെ ധ്യാനങ്ങളെ അത്രയും വലിയ ഇതിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഓർത്തണം. അതുപോലെ നമ്മൾ ചുമ്മാ ഒരു ഈ വായുവിനെ ഇടിക്കുന്നവരെ പോലെ അല്ലല്ലോ നമ്മൾ ചെയ്യുന്ന ഓരോ കുഞ്ഞു കാര്യങ്ങൾക്കും ദൈവം അതിനെ കയ്യിലെടുത്ത് കൂതാശ ചെയ്ത് അതിനെ ഇത് ചെയ്യുമല്ലേ. ഓരോന്ന് ഇത്രയും ചെയ്യും നമ്മൾ ഓരോ കുഞ്ഞു കാര്യം ചെയ്യുമ്പോഴും ഇങ്ങനെ പ്ലേറ്റ് വാഷ് ചെയ്യുമ്പോഴും കത്താവ് ചെയ്ത അതേ ഇതിലേക്ക് വരുമല്ലേ. വചനം ഓർത്ത് ചെയ്യുമ്പോഴേ അങ്ങനെ ഓരോ വചനം പാലിച്ചാൽ മതി. ഓരോന്ന് എഴുതി എടുത്ത് നിലയിലെ പ്രസംഗമൊക്കെ എടുക്കുക. അപ്പം അതിനകത്തൊക്കെ ഈ കിടക്കുന്ന നമ്മളെ നമുക്കിങ്ങനെ ഇതാന്നൊക്കെ പറയുന്നത് നമുക്ക് ഈ ശൂന്യതാബോധമൊക്കെ വരുന്നത് ചിലപ്പോൾ അത് അസ്വസ്ഥപ്പെടുന്ന ഒരു സമയമായിരിക്കുമേ. അതിനകത്തുണ്ട് ഈശോ പറഞ്ഞിട്ടുണ്ട് അസ്വസ്ഥപ്പെടരുതെന്ന മലയാള പ്രസംഗത്തിൽ ഒരു പ്രധാനപ്പെട്ട ഓർമ്മ. എന്നാലും ആ വചനം വിട്ട് നമ്മൾ അസ്വസ്ഥപ്പെടരുത്. എന്നാലും നമുക്ക് അന്നേരം തോന്നുന്നു നമുക്കൊരു ഇത് വരും. വരാൻ സമ്മതിക്കരുത്. നമ്മൾ തന്നെ പറയണം അങ്ങനെയല്ല, ഞാൻ അസ്വസ്ഥപ്പെടാനല്ല പറഞ്ഞിരിക്കുന്നത്. റിജോയ്സ്, വീണ്ടും ഞാൻ പറയുന്നു റിജോയ്സ്. അതൊക്കെ അന്നേരം വചനം പറയണേ. അന്നേരത്തെ നമുക്ക് ആ ഒരു ചിലപ്പോൾ നമുക്ക് ചുമ്മാ ഇങ്ങനെ നമ്മൾ പറയുന്നത് ഇപ്പം ചുമ്മാ ചിരിക്കുന്ന അത് വരികയല്ല. പക്ഷെ ആത്മാവില് ഭയങ്കര ആ സത്താപരമായ റിജോയ്സിങ് വരും. വരും. നമ്മളത് വിശ്വസിച്ചാൽ മതി. നമുക്ക് ഫീൽ ചെയ്യണമെന്നില്ല. ഫീൽ ചെയ്യണമെന്നില്ല. അപ്പൊ അസ്വസ്ഥപ്പെടരുതെന്നുള്ള ഈശോയുടെ വചനമാണ്. അപ്പൊ നമ്മൾ ചുമ്മാ ഇരുന്ന് അസ്വസ്ഥപ്പെടുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചുമ്മാ അങ്ങ് കൊണ്ടിരുന്നാൽ മതി. നമ്മൾ പുറത്തുനിന്ന് വരുന്ന ഓർമ്മ അത് ഒരു കാര്യമില്ലാതെ. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ അങ്ങനെയല്ലല്ലോ. പുറത്തുനിന്ന് കൊണ്ടുവന്ന് നമ്മളെ അങ്ങനെ ആക്കുന്ന പോലെ അങ്ങനെയാന്ന് നമ്മളെ തോന്നിപ്പിക്കുക. അതിന് സമ്മതിക്കരുത്.
ഈശോ പറഞ്ഞിരിക്കുന്നത് ഇത് ചെയ്യാനാ, അസ്വസ്ഥപ്പെടരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അസ്വസ്ഥപ്പെടുകയാലെന്ന് പറഞ്ഞ് നമ്മുടെ കുറെ പ്രാവശ്യം നമ്മുടെ മനസ്സിനെ അത് സമ്മതിപ്പിച്ച് കഴിയുമ്പോൾ ഇല്ലേ ആ വചനം നമ്മൾ നിലനിൽക്കാൻ തുടങ്ങും. നേരെ അസ്വസ്ഥ വരുമ്പോൾ പോകാൻ പറയും. അങ്ങനെ അത് ഇച്ചിരി സഹിച്ചൊക്കെ നമ്മുടെ ഉള്ളിൽ സഹനമൊക്കെ ചിലപ്പോൾ നിൽക്കുമായിരിക്കും. പക്ഷെ ഈ നമ്മൾ ഈ വചനത്തോട് വചനം എടുത്ത് നമ്മൾ ആ കൊണ്ടുവന്നതിനെ വെട്ടിക്കഴിഞ്ഞാല് വചനം എടുത്ത് വെട്ടാനാണല്ലോ പറഞ്ഞിരിക്കുന്നത് ഇതുവേ. അന്നേരം അങ്ങനെ മലയിലെ പ്രസംഗം അങ്ങനെ ഓരോന്നും എടുത്തു കഴിയുമ്പോഴത്തേനും നമുക്കിങ്ങനെ വചനമാവും, വചന സമൃദ്ധിയാവും. അന്നേരം ഓരോ സമയത്ത് എടുക്കേണ്ടത് കിട്ടും. അന്നേരം നമ്മൾ വചനം ജീവിക്കാൻ തുടങ്ങും. അല്ല നമ്മൾ വെറുതെ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. അത് എത്ര നാളുകളിലേക്ക് പോകും നമുക്ക് പറയാൻ പറ്റത്തില്ല. പിടി കിട്ടിയില്ലേ ഒരു കാര്യവും കാണത്തില്ല. അവസാനം നോക്കിക്കഴിയുമ്പോൾ എന്നതിന് ഞാൻ അസ്വസ്ഥപ്പെട്ടു എന്ന് ഓർത്ത് പിന്നെ അസ്വസ്ഥപ്പെട്ടത് അങ്ങനെയുണ്ട്. എനിക്ക് പറ്റിയിട്ടില്ല. വെറുതെ അസ്വസ്ഥപ്പെട്ടല്ലോ എന്ന് ഓർത്ത് ഉണ്ടായിട്ടില്ല അങ്ങനെ. നല്ലോണം നോക്കി നമ്മൾ കുറെ ഒത്തിരി അസ്വസ്ഥപ്പെട്ടൊക്കെ കഴിയുമ്പോഴാണ് അയ്യോ ഇത് എന്നതിന് ഞാൻ അസ്വസ്ഥപ്പെട്ടെ പിന്നെ അങ്ങനെ ഓർത്ത് പറയാം. യോഗമൊക്കെ പറയുന്നുണ്ട് ഭയപ്പെടുന്ന തന്നെ വരുമെന്ന് പറഞ്ഞോണ്ടേ അങ്ങനെ നമ്മൾ കൊണ്ടുവരുന്നത്. എന്നതിനാ ഭയപ്പെടുന്നത്? ദൈവത്തിന് ശക്തനായ ദൈവം ഉള്ളപ്പോൾ നമ്മൾ അങ്ങനെ യോഗ പറയുന്നത് ഭയപ്പെട്ടത് എനിക്ക് വന്നെന്നാ പറയുന്നത്. ഭയപ്പെട്ട അവമതിയല്ലേ അങ്ങനെ ഒരു വാക്കുണ്ടത്. ഈ ഭയപ്പെടുന്നത് ദൈവത്തിന് വിശ്വാസമില്ലാണ്ടായിരിക്കും അല്ലേ? അതെ, പ്രത്യാശ വെക്കാണ്ടായിരിക്കും അല്ലേ? നമ്മളെപ്പോഴും പറഞ്ഞു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കോസ്മോസ് സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഇത് ഈ ചെറിയ കാര്യത്തിൽ ഞാൻ ഭയപ്പെടുന്നു. എല്ലാം സാധ്യമാണെന്ന് എത്ര പ്രാവശ്യം ദൈവം പറഞ്ഞിരിക്കുന്നു. ദൈവത്തിനൊന്നും സാധ്യമല്ല. എന്റെ പാവം കടും ചുമപ്പാണ്, അതിനെ വിളിപ്പിക്കാൻ പോലും അങ്ങനെ പോലുവാ പാവത്തെ ഞാനുണ്ടോ പെട്ട ആത്മാവിനെ ഞാൻ ഓർത്തുകൊണ്ടിരുന്നേ. പാവത്തെ പോലും വിളിപ്പിച്ചേക്കാടാന്നാ പറഞ്ഞിരിക്കുന്നത്. അതെ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അല്ലല്ല വചനം എടുത്ത് വായിച്ചു നോക്കിയോ. ഇത്രയും കാലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ മനസ്സിലാവും. ആണോ? ഞാൻ പറഞ്ഞ തിയറിറ്റിക്കലി മനസ്സിലായിട്ടുണ്ട്, ഗ്രഹിച്ച അങ്ങനെ. അത് രക്തവർണ്ണമാണെങ്കിലും കമ്പിളി പോലെ ആക്കാന്നാ പറഞ്ഞു. വെള്ള കമ്പിളിയാ, വെള്ളം എന്നവിടെ പറയുന്നില്ല, കമ്പിളി വെള്ളയാ. അങ്ങനെ ഒന്നുകൂടെ പറഞ്ഞ വചനം എന്റെ പാപം കടും ചുമപ്പാണെങ്കിലും മഞ്ഞുപോലെ വെളുപ്പിക്കാം, അത് രക്തവർണ്ണമാണെങ്കിലും കമ്പിളി പോലെ ആക്കാം. വാഗ്ദാനം. എന്റെ പാപങ്ങളെ ചവിട്ടി മെതിച്ച് ഞാൻ ആടിയുടെ അഗാധങ്ങളിലേക്ക് എറിയുന്നു പറഞ്ഞു. പിന്നെ ഒരിക്കലും അത് ഓർക്കുകയായിരുന്നു. അതൊക്കെ വിശ്വസിക്കണം നമ്മള്. പിന്നെ അതൊക്കെ വിശ്വസിക്കണം അല്ലേ ബദറെ? ഈ വചനങ്ങളൊക്കെ അല്ലേ വിശ്വസിക്കണം നമ്മള്. ഈ വചനം പോലും ഉള്ളിലില്ല. അത് വലിയ വചനമാണ്. അത് ഇടയ്ക്കെല്ലാം നമ്മളോട് പറയുകയും ചെയ്യണം അല്ലേ ബദറെ? നമ്മൾ വലിയ ഇതൊക്കെ വരുമ്പോഴേ ഈ സ്ക്രൂപ്ലിസിറ്റി കൊണ്ടുവരും പിശാചേ. ഇത് ക്ഷമിച്ച് കാണുമോ, ഇത് നമ്മൾ പറഞ്ഞതും മുമ്പേ പറഞ്ഞ പോലെ ഇത് നമ്മൾ ആലോചിച്ചൊക്കെ ആണല്ലോ ഇത് ചെയ്തത്. നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഭയങ്കര അങ്ങനെ ഉപസാരിച്ചത് നല്ല അനുതാപത്തോടെയാണോ ആണോ അത് ക്ഷമിച്ച് കാണുമോ? അന്നേരം എല്ലാം ദൈവത്തിന് ഈ മഹാകാരുണ്യത്തെ നമ്മൾ ഇത് ചെയ്യുമല്ലേ. ദൈവം അങ്ങനെ വല്ലതും നോക്കുന്നതാണ്. കർത്താവിന് അതാ വിഷമം. കൊണ്ട് പറയുന്നുണ്ട് അത് മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ദൈവത്തിന് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇനി ദൈവത്തിന്റെ സ്വഭാവം പ്രകടിപ്പിക്കും, കരുണ കാണിക്കാൻ. മനുഷ്യൻ കുച്ചർത്ത് ചെയ്യൂല്ലോ. അങ്ങനെ ഇത് പറയുന്ന യഥാർത്ഥ സ്വഭാവം കാണിക്കാവുന്ന ഇത് വിശ്വസിച്ചാണ് ദൈവം നമ്മുടെ പരിധിയിൽ ഒരു ഇച്ചിരി കൂടെ ഒരു മെച്ചപ്പെട്ട ഒരാളെന്നൊക്കെ ഉള്ളൂ നമ്മൾ ദൈവത്തെ സന്ദർശിച്ച്. ആകാശത്തോളം ഉയരുന്ന കാരുണ്യം എന്ന് പറയുന്നത് അന്ന് മനസ്സിലാക്കിയത് അന്ന് അത്രേ ഉള്ളൂ ആകാശം. ഇപ്പം കോസ്മോസിന്റെ ആകാശം എന്ന് ഓർക്കണം. 12 ബില്യൺ യൂണിവേഴ്സിന്റെ ആകാശത്തിന്റെ അത്രയും വലിയ ക്ഷമയാണ് നമുക്ക് തരാൻ ഈശോ കാത്തിരിക്കുന്നത്. നമ്മളിവിടെ ഒരു ഇവിടുന്ന് കരുണ കാണിച്ച് ആനന്ദിക്കുന്നതെന്നും എഴുതിയിട്ടുണ്ട്. അങ്ങനെ വചനമുണ്ട്. നമുക്ക് താവിനോട് പറയാനോ, താവേ എന്നോട് കരുണ കാണിച്ചങ്ങ് ആനന്ദിക്കണേ. ഞാനങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെ വചനമുണ്ട്. ഇവിടുന്ന് കരുണ കാണിക്കുന്നതിൽ ആനന്ദിക്കുന്നു. നമ്മൾ അങ്ങനെ പറയാം. അത് വചനം വെച്ച് പ്രാർത്ഥിക്കണമെന്നല്ലേ? അതെ 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 അതെ. എന്നാലും വിശ്വാസിച്ച് പോവേ. എടാ ഇത് ഇവൻ ഇത്രയും വിശ്വസിക്കുന്നുണ്ടോ?
എൻ്റെ പാപങ്ങളെ അവിടുന്ന് ചവിട്ടി വീഴ്ച ആദ്യയുടെ അകാധങ്ങളിൽ എറിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എന്നോട് കരുണ കാണിച്ച് ദൈവം ആനന്ദിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ പാവം മഞ്ഞ പോലെ വെളുപ്പിക്കുമെന്ന് ദൈവം വിശ്വസിക്കുന്നുണ്ടോ? എവിടെ നിൽക്കാനാ പിന്നെ? ഒരു ഫൗണ്ടേഷൻ ഇല്ല പിന്നെ അവന്. വിശ്വസിക്കാതെ ഇരിക്കുന്നത് തന്നെ അപരാധമാണത്. അങ്ങനെ വചനം വിശ്വസിക്കരുത്. അല്ല, അങ്ങനെ പോലും അത് ചിന്തിക്കണ്ടായിരിക്കില്ലല്ലോ. ചിന്തിക്കേണ്ട, അത് വഴിമാറിയ ചിന്തയാണ്. നമ്മളത് ഇതിലേക്കാണല്ലോ വരേണ്ടതല്ലേ? ആ സത്യത്തിന്റെ ഇതിലേക്ക് മാത്രം വന്നാൽ മതിയല്ലോ. അതെ അതെ ശരിയാ. അതെ, അങ്ങനെ പോലും ചിന്തിക്കാൻ നമുക്ക് അവകാശമില്ലല്ലോ മനസ്സിലെ. അതെ അതെ, അതൊരു വളഞ്ഞ ചിന്തയാണ്. വളഞ്ഞ ചിന്തയെ സമ്മതിക്കരുത്. അത് നമ്മുടെ ആത്മാവിൽ ഇടേണ്ട ഒരു ഇതായിട്ട് ഇടണേ. വളഞ്ഞ ദൈവത്തിന്റെ രുചിയായിട്ടുള്ള കാര്യം ഉണ്ടല്ലോ, അപ്പൊ അതിനെ അങ്ങ് ഇത് ചെയ്താൽ പോരെ. അല്ലാതെ നമ്മൾ വളഞ്ഞ് ആലോചിക്കുന്നേ. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ടൊക്കെ അങ്ങനെ ഒത്തിരി ആരാണ്ട് ഇങ്ങനെ ചോദിക്കാൻ വന്നായിരുന്നല്ലോ, അങ്ങനെ വളഞ്ഞേ. എന്നാലും നമ്മൾ പെട്ടെന്ന് അതിൽ നിന്ന് അങ്ങ് മറന്നുപോയത്. ഇതിനകത്തായിരിക്കും, ഷെയറിങ്ങിനകത്തായിരിക്കും. അവരൊക്കെ ചോദിക്കുമ്പോഴേ ഞാൻ പറയുന്നില്ല, അങ്ങനെ ചിന്തിക്കാൻ പോകേണ്ട കാര്യമില്ല. ഒരു ജീവൻ അങ്ങനെ പറഞ്ഞു, ട്രസ്റ്റ് ഇൻ യു എന്ന് പറഞ്ഞു. ഈശോയെ ഭയങ്കരമായിട്ട് ആ നിർണായ സമയത്ത് പറയുമ്പോഴാണ് അതിനൊക്കെ നമ്മളെ എല്ലാ ശൂന്യതാബോധം കൊണ്ട് നിറഞ്ഞ നമുക്കേ അങ്ങ് ഒരു ഗതിയും പരഗതിയിൽ എന്നൊക്കെ പറയുന്നത് ആ ഒരവസ്ഥ വരുമ്പോഴേ ട്രസ്റ്റ് ഇൻ യു എന്ന് പറയുമ്പോൾ ആ ഒരു പറച്ചിലായിരിക്കണം. അത് ചുമ്മാരാബോധത്തിൽ എന്ന് പറയണ്ടല്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങനെ ആശ്രയിക്കുന്നു.